Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah, walhamdulillah, wassalatu wassalamu ala rasulillah. Rabbi shrah li sadri wa yassir li amri wahlul uqdatan min lisani yafqahu qawli. Allahumma ja'al hubbaka ahabba ilayna min anfusina. Allahumma la sahla illa ma ja'altahu sahla wa anta taj'alul hazna idha shi'ta sahla. Rabbi zidna ilman nafi'a. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 71ാമത്തെ ആയത്താണ് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പം 72, 73 നമ്മളെ ബനി ഇസ്രായേലിന്റെ ഒരു ഇൻസിഡന്റ് അല്ലേ, എന്താണ് പശുവിനെ അറക്കുന്ന ആ ഒരു സംഭവം, അതിനകത്തുള്ള അവസാനത്തെ 2 ആയത്തുകളാണ്. ആയത്തുകൾ ചെറുതാണ്, വേണമെങ്കിൽ 74 കൂടെ എടുക്കായിരുന്നു. പക്ഷെ 74 കുറച്ച് വലിയ ആയത്തും കുറച്ച് സംസാരിക്കാനുണ്ട് താനും. പിന്നെ ഈ 73 കഴിയുമ്പോൾ നമുക്ക് ഈ മൊത്തം ഇൻസിഡന്റിൽ നിന്ന്, അതായത് ബനി ഇസ്രായേലിന്റെ ഈ ഒരു സംഭവത്തിൽ നിന്ന് അള്ളാഹു കൊടുത്ത വലിയൊരു പരീക്ഷണമായിരുന്നു അവർക്കത് അല്ലേ. അതിൽ നിന്ന് നമ്മളെ ലൈഫിലേക്ക് ഉൾക്കൊള്ളേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അതും കൂടെ ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് 2 ആയത്തിൽ നിർത്തിയത് ഇൻഷാ അല്ലാഹ്. അപ്പം 72ാമത്തെ ആയത്ത്, وَإِذْ قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا وَاللَّهُ مُخْرِجٌ مَا كُنْتُمْ تَكْتُمُونَ. ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തുകയും അന്യോന്യം കുറ്റം ആരോപിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. എന്നാൽ നിങ്ങൾ ഒളിച്ചു വെക്കുന്നത് അള്ളാഹു വെളിയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഓക്കെ, വാക്കർത്ഥത്തിലേക്ക് പോവാം. വഇദ് ഖതൽതും, നിങ്ങൾ കൊലപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക. ഇദ് അല്ലെ, ഇദ് എപ്പോഴും നമുക്കറിയാം അത് ഓർക്കുക എന്നുള്ള ഒരു സൂചനയും കൂടെ ഉണ്ട്. ഖതല, ഖതൽതും, നിങ്ങൾ എല്ലാവരും, അതായത് ബനി ഇസ്രായേലിനെ അഡ്രസ് ചെയ്തിട്ട് അള്ളാഹു പറയാണ്. നഫ്സൻ, ഒരു നഫ്സിനെ അല്ലെങ്കിൽ ഒരാളെ, ഒരു മനുഷ്യനെ. ഫദ്ദാറഅ്തും ഫീഹ, ഫ എന്നിട്ട് ഇദ്ദാറ എന്ന് പറയുമ്പോൾ നിങ്ങൾ പരസ്പരം കുറ്റാരോപണം നടത്തി. ഇദ്ദാറ തും, നിങ്ങൾ, അവിടെയും നിങ്ങൾ എന്നുള്ള ഇത് വരുന്നതുകൊണ്ടാണ് തും. ഓക്കെ, നിങ്ങൾ പരസ്പരം കുറ്റാരോപണം നടത്തി. ഫീഹ, അതിനെപ്പറ്റി. വല്ലാഹു, അള്ളാഹു, മുഖ്രിജുൻ, പുറത്തു കൊണ്ടുവരുന്നവനാണ്. മാ, യാതൊന്നിനെ, കുന്തും, നിങ്ങളായിരിക്കുന്ന, തക്തുമോൻ, നിങ്ങൾ ഒളിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനെ. ഖത്തമ, നമ്മൾ മുമ്പും 1-2 പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു വാക്കാണിത്. അപ്പൊ നിങ്ങൾ ഒളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുന്നവനാണ് റബ്ബ്. അപ്പം ഖതൽതും നഫ്സൻ, ഈ ഒരു ആയത്ത് തഫ്സീർ നോക്കാം. അപ്പം കഴിഞ്ഞ ഇതിൽ നമ്മൾ കണ്ടിരുന്നു അവര് പശുവിനെ അറുത്തുന്നു അല്ലെ. അപ്പം അറുത്തിട്ട് പിന്നെ എന്താണ് സംഭവിച്ചത്, അവരെന്താണ് ഈ അറുത്ത പശുവിനെ കൊണ്ട് ചെയ്തത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഇദ് ഖതൽതും, നിങ്ങൾ ഓർക്കുക ഈ സന്ദർഭം, നിങ്ങൾ കൊന്ന നഫ്സൻ, നിങ്ങൾ ഒരാളെ കൊന്ന ആ ഒരു സംഭവം നിങ്ങൾ ഓർക്കും. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു എന്ന്. ഖതല എന്ന് പറഞ്ഞാൽ കൊന്നു, ഖതൽതും, നിങ്ങൾ കൊന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഖതൽതും എന്നവിടെ പറഞ്ഞിട്ടുള്ളത്. ഫദ്ദാറഅ്തും ഫീഹ, നിങ്ങൾ അതിന്റെ പേരിൽ എന്താണ്, കുറ്റം ആരോപിച്ചു പരസ്പരം. ഓക്കെ, അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും നീയാണ് ചെയ്തെന്നുള്ള രീതിയിൽ ആരോപണം നടത്തി. ഇതിന്റെ റൂട്ട് ദാൽ റോ ഹംസ ദർ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യത്തിനെ ആട്ടി ഓടിക്കുക. അപ്പൊ നമ്മൾ അടുത്തേക്ക് എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അകറ്റുക, ഇങ്ങനെ കൈകൊണ്ട് പുഷ് ചെയ്തിട്ടോ ആ രീതിയിൽ അകറ്റി നിർത്തുന്നതിനെ അല്ലെങ്കിൽ ആട്ടി ഓടിക്കുന്നതിനെയാണ് ദറ എന്ന് പറയുന്നത്. ഇദ്ദാറ എന്ന് പറയുമ്പം അവിടെ ശബ്ദയും ഒരു അലിഫും ഉണ്ട് അല്ലെ, ദാലിന് ശേഷം ഒരു അലിഫുണ്ട്. അപ്പം ഇതിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു, അതായത് അവരെല്ലാവരും പരസ്പരം. അപ്പം ഒരാൾ പറയും ഞാനല്ല നീയാ കൊന്നത് എന്ന്, അയാൾ പറയും ഞാനല്ല വേറൊരാളാണ് കൊന്നത്. അങ്ങനെ അവര് പരസ്പരം അതിനെ എന്താണ് പുഷ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്ത് കളിക്കുകയാണ്. നീയാ കൊന്നത്, ഞാനാ കൊന്നത് എന്നുള്ള, നീയാണ് കൊന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ, നമ്മുടെ കയ്യിൽ ഒരു ബോൾ ഉണ്ടെങ്കിൽ ബോൾ ഇങ്ങനെ അടുത്ത ആളേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ നീയാണെന്ന് പറഞ്ഞിട്ട് അവർ കുറ്റപ്പെടുത്തി കളിക്കായിരുന്നു, ആ ഒരു ആരോപണം. അപ്പം ഫദ്ദാറഅ്തും ഫീഹ, ഇവിടെ ഈ ഫീഹ അതിൽ എന്നുള്ളത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു അഭിപ്രായം കേൾക്കുന്നത് തുഹ്മ എന്ന് പറഞ്ഞാൽ ആരോപണം, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതായിട്ടുള്ള ആരോപണം. ആ തുഹ്മ എന്നുള്ള വാക്കായതുകൊണ്ടാണ് അവിടെ ഫീഹ എന്ന് വന്നതെന്ന് പറയപ്പെടുന്നു, അല്ലാഹു അഅലം. അപ്പം
ശരിക്കും ഈവൻ ഈ ഒരു കൊലപാതകം നടത്തിയ ആള് പോലും വേറൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് നീയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ അവരുടെ ഇടയിൽ ഒരു വാദപ്രതിവാദം നടക്കുന്ന ഒരു സന്ദർഭം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വല്ലാഹു മുഖ്രിജുൻ, അള്ളാഹു ആണ് എന്ത് പുറത്തു കൊണ്ടുവരുന്നവൻ. മുഖ്രിജുൻ ഖാറാജി, ഖറജ മുഖ്രിജ് അല്ലെ, പുറത്ത് കൊണ്ടുവരുന്നവൻ. എന്താണ് മാ കുന്തും തക്തുമൂൻ, നിങ്ങൾ എന്താണോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. തക്തുമൂൻ കാത്തമ, കത്തമ എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വെക്കുക. അപ്പം ആരാണോ അത് ഈ ഒരു കൊലപാതകം ചെയ്തത് അവൻ എന്താ വിചാരിച്ചാ ഞാൻ വേറെ ആരെങ്കിലും കുറ്റപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുന്നു അല്ലെ. പക്ഷെ അള്ളാഹു പറഞ്ഞു വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ, നിങ്ങൾക്ക് ആളുകളിൽ നിന്ന് നിനക്ക് ഒളിപ്പിച്ചു വെക്കാം, പക്ഷെ അള്ളാഹുവിൽ നിന്ന് നിനക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. അള്ളാഹു അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. വല്ലാഹു മുഖ്രിജുൻ മാ കുന്തും തക്തുമൂൻ. അടുത്ത ആയത്ത് 73. فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. അപ്പോൾ നാം പറഞ്ഞു, നിങ്ങൾ അതിനെ അതിന്റെ പശുവിന്റെ ഒരു അംശം കൊണ്ട് ആ മൃതദേഹത്തിൽ അടിക്കുക. അപ്രകാരം അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. വാക്കർത്ഥത്തിലേക്ക് പോവാം. ഫഖുൽന, അപ്പോൾ നാം പറഞ്ഞു, ഫ പ്ലസ് കുൽ പ്ലസ് ന. ഓക്കെ, ഇദ്രിബൂഹു, നിങ്ങൾ അവനെ അടിക്കൂ. ഇദ്രിബു എന്ന് പറഞ്ഞാല്, ഇദ്രിബു എന്ന് പറഞ്ഞാല് നീ അടിക്കുക, ഇദ്രിബു നിങ്ങൾ അടിക്കുക, ഹു അവനെ. ബിബഅദിഹ, അതിന്റെ ഒരു ഭാഗം കൊണ്ട്. ബി കാരണം കൊണ്ട്, ബഅദ് ഒരു ഭാഗം. ബഅദ് നമ്മൾ ബഊദ കൊതുകിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു ചെറിയ ഒരു പാർട്ട്. ഹ അതിന്റെ, ഈ അതിന്റെ എന്ന് പറയുന്നത് ഇവിടെ പശുവിന്റെ അല്ലെ, പശുവിനെ ആണല്ലോ കൊന്നിട്ടുള്ളത്. കദാലിക, ക എന്ന് പറഞ്ഞാൽ പോലെ, ദാലിക അത്, അപ്പം അതുപോലെ അപ്രകാരം. യുഹ്യി ജീവിപ്പിക്കുന്നു, അള്ളാഹു അള്ളാഹു ജീവിപ്പിക്കുന്നു. അൽ മൗത മരിച്ചവരെ. വയുരീക്കും അവൻ നിങ്ങൾക്ക് കാണിക്കുകയും ചെയ്യുന്നു. ആയാതിഹി അവന്റെ ദൃഷ്ടാന്തങ്ങളെ. ആയത്തിന്റെ പ്ലൂരലാണ് ആയാത്ത്, മുമ്പ് നമ്മൾ കുറെ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണത്. ഹി അവന്റെ. ഇവിടെ കണ്ടോ, ആയാത്തു ഹു, ആയാത്തു ആയിരുന്നെങ്കിൽ ഇവിടെ ആയാത്തു ഹു വന്നേനെ. ഇവിടെ ആയാത്തി അവൻ ഒരു റീസൺ ഉണ്ട്. അപ്പം ആയാത്തി ആയതുകൊണ്ട് ആയാത്തി ഹി ആയി അവന്റെ ദൃഷ്ടാന്തങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും അല്ലെ. താക്ക് കെസ്ര വന്നതുകൊണ്ട് അത് ഹി ആയി. അല്ല ദൊമ്മ ആയിരുന്നെങ്കിൽ, ആയാത്തു ആയിരുന്നെങ്കിൽ ആയാത്തു ഹു ആയനെ. അപ്പോൾ രണ്ടാണെങ്കിലും എന്താണ് അർത്ഥം, അവന്റെ ദൃഷ്ടാന്തങ്ങൾ. ലഅല്ലക്കും നിങ്ങൾ അയക്കാൻ, നിങ്ങളാകാൻ വേണ്ടി, താക്കിലൂൻ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നവർ. താക്കിലു എന്നുള്ള വാക്ക് നമ്മൾ മുമ്പേ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് തഫ്സീറിലേക്ക് പോവാം. ഫഖുൽന, അപ്പോൾ നാം പറഞ്ഞു, ഇദ്രിബൂഹു നിങ്ങൾ എല്ലാവരും, അല്ലെങ്കിൽ നിങ്ങളോട് അവരുടെ അടുത്ത് പറയാണ്, ബനി ഇസ്രായേലിന്റെ അടുത്ത് പറയാണ്, ഇദ്രിബു നിങ്ങൾ അടിക്ക്, ഹു അവനെ, അതായത് ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിനെ. ഓക്കെ, ആരാണോ കൊല്ലപ്പെട്ടത് അയാളെ അടിക്കാൻ വേണ്ടി പറയുന്നത്. എന്തുകൊണ്ടാണ്? ബിബൗദിഹ, ബിബൗദ് എന്ന് പറഞ്ഞാല് കുറച്ച് ഭാഗം കൊണ്ട്, ഈ അർത്ഥ പശുവിന്റെ കുറച്ച് ഭാഗം കൊണ്ട് എന്താക്കാന്, ഈ അതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഈ മരിച്ച ആളെ അടിക്കാൻ വേണ്ടിട്ട് പറയാണ്, ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട്. ഫഖുൽനാ ഉദ്രിബൂഹു ബിബഅദിഹ. അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പം ആ വ്യക്തി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അയാൾ ആരാണ് അയാളെ കൊന്നതെന്ന് പറയണ്ടായി എന്നാണ് മുഫ്സിരിങ്ങൾ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ വിചാരിക്കേ അതിപ്പോ എങ്ങനെയാ സംഭവിക്കുക അല്ലെ, അയാൾ മരിച്ചു പോയതല്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള മറുപടിയും പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ മനുഷ്യത് പോകുന്ന ഒരു ചോദ്യം ഇതാണ്, അയാൾ മരിച്ചതല്ലേ. കദാലിക യുഹ്യില്ലാഹുൽ മൗത, അപ്രകാരമാണ് എന്ത്, അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. മരിച്ചവർക്ക് അള്ളാഹു യുഹി ജീവൻ നൽകുന്നത്. ഓക്കെ, അള്ളാഹ്ക്ക് നമ്മളെ ആദ്യം സൃഷ്ടിക്കാമെങ്കിൽ നമ്മളെ മരിച്ചതിന് ശേഷം വീണ്ടും പുനർജനിപ്പിക്കാൻ, വീണ്ടും പുനഃസൃഷ്ടിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഒരു പ്രയാസവും ഇല്ല അല്ലെ. അപ്പം ഇതാണ് ഇവിടെ ബനി ഇസ്രായേലിനെ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. കദാലിക യുഹ്യില്ലാഹുൽ മൗത വയുരീക്കും ആയാതിഹി ലഅല്ലകും തഅഖിലൂൻ. അപ്രകാരം അള്ളാഹു എന്താക്കാണ്, നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ, അവന്റെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു തരാണ്. എന്തിനു വേണ്ടി? ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാം, അതിനു വേണ്ടിയിട്ട്, നിങ്ങൾ മനസ്സിലാക്കുന്നവരായേക്കാം. യുഹി ഹയാത്ത്, ലൈഫ്. കുറേ പ്രാവശ്യം നമ്മൾ ഈ ഒരു റൂട്ടും ഇതിൽ നിന്ന് വരുന്ന പല ഫോമിലുള്ള വാക്കുകളും കാണുന്നു അല്ലെ. അൽ മൗത്ത, മൗത്ത എന്ന് പറഞ്ഞാല് മയ്യത്തിന്റെ പ്ലൂരല്. മയ്യത്ത് എന്ന് വെച്ചാൽ മരണപ്പെട്ട ഒരാള്, മൗത്ത എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടവർ. ഓക്കെ,
അപ്പം ആര് മരിച്ചുപോയോ അവർക്ക് വീണ്ടും ജീവൻ കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കഴിയും. അള്ളാഹുവിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും. ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ എങ്ങനെ അള്ളാഹു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നോ, അല്ലെങ്കിൽ എങ്ങനെ അയാൾ അള്ളാഹു ഉണർത്തിയോ, അതേപോലെ അള്ളാഹ്ക്ക് അത് സാധിക്കും. വയുരീക്കും ആയാത്തിഹി, അപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് തെളിവുകൾ കാണിച്ചു തരുന്നു, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നു. ഇതുപോലെ ഒരു മനുഷ്യന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെങ്കിൽ നിങ്ങളെല്ലാവരെയും മരിച്ചതിന് ശേഷം എനിക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റും. ലഅല്ലക്കും തഅഖിലൂൻ. അപ്പൊ നിങ്ങൾ എന്താണ് ബുദ്ധി ഉപയോഗിക്കുക, നിങ്ങൾ ചിന്ത ഉപയോഗിക്കുക, നിങ്ങൾ റീസൺ ചെയ്യുക, മനസ്സിലാക്കുക, നിങ്ങളുടെ അഖല് ഉപയോഗിക്കുക. ഇതെല്ലാം അള്ളാഹുൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക. എനിക്ക് ഇപ്പൊ ഇത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചാൽ നിങ്ങളെയും എനിക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഈ അഫലാ താക്കിലൂൻ എന്നുള്ളത് അല്ലെ, ഇവിടെ ലഅല്ലക്കും താക്കിലൂൻ ആണ്. നമ്മൾ അഫലാ താക്കിലൂൻ മുന്നേ കണ്ടിട്ടുണ്ട് അല്ലെ, ബനി ഇസ്രായേലിന്റെ അടുത്ത് സ്റ്റാർട്ടിങ് ആ ഒരു ഇൻട്രൊഡക്ഷൻ വേഴ്സസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ്, നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുകയും നിങ്ങൾ സ്വയം മറന്നു പോവുകയും ചെയ്യുകയാണോ അല്ലെ, നിങ്ങൾ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ആളുകളായിട്ടും നിങ്ങൾ സ്വയം മറന്നു പോവുകയാണോ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ താഖിലൂൻ. ഇവിടെ അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ആയത്ത് ദൃഷ്ടാന്തം അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അള്ളാഹു പറയുകയാണ് ലഅല്ലക്കും താഖിലൂൻ, ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാം. ചിന്തിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നുള്ള ലെസൺസിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ ബനി ഇസ്രായേലിന് എന്തൊക്കെ ലെസൺ ആണ് ഈ ഒരു സംഭവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുള്ളത് നോക്കാം. ആക്ച്വലി ഈ ഒരു സംഭവം ഒരുപാട് ഉദ്ദേശങ്ങളോട് കൂടി അവരെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് അവരുടെ പശുവിനോടുള്ള ഈ ഒരു സ്നേഹം അല്ലെ. സുബ്ഹാനല്ലാഹ്. പൊതുവെ ബനി ഇസ്രായേലിലേക്കൊന്നും പോകണ്ട അല്ലെ, നമ്മളുടെ ചുറ്റുപാടും ഇഷ്ടംപോലെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ, മുസ്ലിങ്ങളിലേക്കും പോകണ്ട അല്ലെ, മുസ്ലിങ്ങളുടെ ഇടയിലും ഒരുപാട് ഇതുപോലെയുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു ബേസും ഇല്ലാത്ത ഒരുപാട് വിശ്വാസങ്ങൾ അല്ലെ. നമ്മൾ ജസ്റ്റ് നമ്മളൊക്കെ താമസിക്കുന്നതിന്, നമ്മൾ ജീവിക്കുന്നതിന്റെ തൊട്ട് ചുറ്റുപാട് പോലും നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറെ ഖബർ ആരാധനകളും ഔലിയ ആരാധനകളും അവരോട് സഹായം തേടലും അല്ലെ, പലതിനെയും ആരാധിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല രീതിയിലുള്ള ഇബാദത്തുകളും അല്ലെ ഉണ്ടാക്കിക്കൊണ്ടെന്നുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതുപോലെ ബനി ഇസ്രായേലിന് ഉണ്ടായിരുന്ന ഒരു ഇബാദത്താണ്, അല്ലെങ്കിൽ അവരുടെ നഫ്സിന്റെ ഒരു അറ്റാച്ച്മെന്റ് ആയിരുന്നു ഈ ഒരു പശു അല്ലെ. ആ പശുവിനോടുള്ള സ്നേഹം ഇവിടെ അത് അള്ളാഹു സുബ്ഹാനഹു വതആല അറുത്ത് കളയാണ് അല്ലെ. പശുവിനെ അറുക്കുന്നതോടുകൂടി അവരുടെ ആ ഒരു ആരാധന, അവരുടെ ദൈവത്തിനെയാണ് അവിടെ അറുത്തത്. സുബ്ഹാനല്ലാഹ്. അവർ സഹായം തേടിക്കൊണ്ടിരുന്ന, അവർ ചോദിച്ചുകൊണ്ടിരുന്ന അവരുടെ ദൈവത്തിന്. ഇത് പറഞ്ഞ സമയത്ത് നമ്മളെ നാട്ടിൽ നടന്ന, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നടന്ന ഒരു സംഭവത്തിനെ കുറിച്ച് നമ്മുടെ തഫ്സീർ ടീച്ചർ പറയണ്ടായി. ജസ്റ്റ് ഒരു സംഭവ കഥ അതിനെ കുറിച്ച് പറയാം. ഇത് അവിടെ ഏതോ ഒരു ഏരിയയിൽ ഒരു വലിയ മരം ഉണ്ടായിരുന്നു പോലും, ഭയങ്കര വലിയ മരം. അപ്പൊ ആളുകൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കാണാറുണ്ടല്ലേ പല സ്ഥലങ്ങളിലും പള്ളികളൊക്കെ പണിഞ്ഞ് അവിടെ ഏതോ ഔലിയ ഉണ്ടെന്നും ഔലിയാന്റെ ഖബറുണ്ടെന്നും അവിടെ ചെന്നിട്ട് ആരാധന നടത്തുന്നൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നും കേൾക്കുന്നതും ഒക്കെയാണ്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കാണിച്ചു കൊടുക്കട്ടെ. നമ്മളെയും തരത്തിലുള്ള ശിർക്കിപരമായ കാര്യങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെന്നപ്പെടുന്നതിനെ തൊട്ട് റബ്ബ് എല്ലാവരെയും, നമ്മളെയും നമ്മളുടെ ഇനി വരുന്ന എല്ലാ തലമുറകളെയും അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അപ്പം ഈ ഒരു മരം നിൽക്കുന്ന സ്ഥലത്തേക്ക് ആളുകൾ പോവുകയും അവിടെ അതിന് പല രീതിയിലുള്ള ഇബാദത്തുകൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പൊ അവരുടെ വിശ്വാസം എന്ന് വെച്ചാൽ ഈ മരത്തിന്റെ താഴെ ഏതോ ഒരു വലിയ മനുഷ്യനെ മറ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇയാളുടെ അടുത്ത്, ഈ മരിച്ച ആളുടെ അടുത്ത് ദുആ ചെയ്യുന്നതിന്റെ, അയാളുടെ അടുത്ത് ഇബാദത്ത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ മരത്തിന് ഭയങ്കര ആരാധന, അതിനോട് സഹായം ചോദിക്കും, അവർക്ക് മറുപടി കിട്ടും പോലും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇത് ഒരു ഗ്രൂപ്പ് ആളുകൾ ഇത് നിർത്താൻ വേണ്ടിയിട്ട് ഒരു പറഞ്ഞു, നിങ്ങൾ അള്ളാഹിന്റെ അടുത്ത് മാത്രം, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് മാത്രം ദുആ ചെയ്യുക, അതുകൊണ്ട് ഈ മരം നമുക്ക് അങ്ങ് വെട്ടിക്കളയാം. സ്വാഭാവികമായിട്ടും അല്ലെ, തൗഹീദ് ഉപദേശിക്കുന്നവർ അവർ പറയല്ലോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ മരത്തിന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നന്മയും ചെയ്യാൻ പറ്റില്ല, ദോഷവും ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിന്റെ അടിയിൽ ആരെങ്കിലും കുഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരുടെയും ഖബറുണ്ട്, അയാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും അതും ഇല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പറയും. സ്വാഭാവികമായും മറ്റു സൈഡിൽ നിന്ന് എതിർപ്പ് വരും. ഇല്ല ഈ മരം എങ്ങാനും മുറിച്ചു കഴിഞ്ഞാൽ നിന്റെ കാര്യം പോക്ക അല്ലെ. നമ്മൾ ഇതുപോലെ പല കഥകളും, സുബ്ഹാനല്ലാഹ്, പല ഖബറുകളുള്ള സ്ഥലങ്ങളിൽ അവര് പറഞ്ഞതുപോലെ ചെയ്യാത്തതുകൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, തിരിച്ചു വരുന്ന വഴിക്ക് തന്നെ മരിച്ചു എന്നൊക്കെ പലതും നമ്മൾ കേൾക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ എന്താണ്, അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കൽ, ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മരം മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്കാണ്, നിങ്ങൾ മരിക്കും.
നിങ്ങളെ കുടുംബത്തോട് നശിച്ചു പോകും, അങ്ങനെ പലതും പറഞ്ഞു. അപ്പം ഇവര് പറഞ്ഞ നമുക്കൊരു കാര്യം, ഒരു ഡീലാക്കാം. ഈ മരത്തിന് ഞങ്ങൾ മുറിച്ച് കളയാണ്, എന്തെങ്കിലും ഞങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഓക്കെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ മരത്തിന് മുറിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്. അതായത് ഈ മരത്തിന് നിങ്ങൾ ഒന്നും അതിനെ തന്നെ രക്ഷിക്കാനുള്ള കഴിവില്ല, എന്നിട്ടല്ലേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റുന്നത്. അപ്പം അത് നിങ്ങളുടെ ഈ വിശ്വാസം തെറ്റാണെന്ന് അത് പ്രൂവ്ഡ് ആണ്. അതായത് മരം മുറിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്. അങ്ങനെ അവര് അത് എഴുതി ഉണ്ടാക്കി, പോലും ഒരു കോൺട്രാക്ട് ആയിട്ട് എഴുതി ഉണ്ടാക്കി അവര് മരം മുറിച്ചു, ബ്രാഞ്ച് ബൈ ബ്രാഞ്ച് ആയിട്ട് അവർ മുറിച്ച് അവസാനം ഫുൾ വേരോട് കൂടി അത് മുറിച്ചു കഴിഞ്ഞ് ഒന്നും സംഭവിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ വിശ്വാസികൾ അവർക്ക് ഷോക്കായിരുന്നു അത്. ഓ, നമ്മൾ ഇത്രയും നാൾ ഇതിനെയാണോ ആരാധിച്ചത് അല്ലെ, എന്തൊക്കെയോ കഴിവുകളുണ്ട്, നമ്മൾ എന്തൊക്കെയോ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി തരും എന്നുള്ള വിചാരിച്ച് നമ്മൾ ആരാധിച്ചത് ഇതിനെയാണോ, നമ്മളെ ഒരു രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റാത്ത, നമ്മൾ ഇന്ന് വിഡ്ഢികളാണ്, അങ്ങനെ അവര് വിശ്വാസം ഒഴിവാക്കി എന്ന് പറയുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് സുബ്ഹാനല്ലാഹ്, ഇവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പോലും വിശ്വാസം ഒഴിവാക്കൂല എന്ന് വാശി പിടിച്ച് നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് കൂടുതലും കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങൾക്ക് ആ ഒരു സോഫ്റ്റ്നെസ് കൊടുക്കട്ടെ, ശരിയായ ഹക്കിലേക്കുള്ള കാഴ്ച അവർക്ക് കൊടുക്കട്ടെ. ആമീൻ. അപ്പം ഇതേപോലെ ബനി ഇസ്രായേലിന് ഈ പശുക്കളെടുത്ത് ഒരുപാട് ആരാധനയായിരുന്നു. ഓക്കെ, വല്ലാത്തൊരു ബഹുമാനവും അല്ലെ. കാരണം ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഫിറഔന്റെ ആളുകളും ഇതുപോലെ പല വിഗ്രഹങ്ങളെയും ആരാധിച്ചിരുന്നു. അത് കണ്ടിട്ടാണ് ഇവർക്ക് ഈ പശുവിനോടുള്ള ആരാധനയും അതൊക്കെ അവരിൽ വന്നത്. അങ്ങനെ അവരുടെ ഈ പറഞ്ഞിട്ടുള്ള പശു ആരാധന, പശുവിനോടുള്ള സ്നേഹമൊക്കെ ഫിനിഷ് ചെയ്ത് കളയാന്നുള്ളതായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രൈം ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഉള്ള ലെസൺ ഈ ഒരു സംഭവത്തിൽ, ബനി ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള ലെസൺ. ഇനി രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തോടു കൂടി സംഭവത്തിലൂടെ ആരാണോ അല്ലെ അവിടെ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ആരാണ് അതിന്റെ കാത്തിൽ എന്ന് വെച്ചാൽ കൊലപാതകൻ ആരാണെന്ന് അറിയില്ലായിരുന്നു. ഓക്കെ, ആരാണ് മർഡറർ ആരാന്ന് അറിയില്ലായിരുന്നു. അപ്പം ഇയാള് മരിച്ചു കിടക്കുന്ന ഈ മയ്യത്തിന് ഒരു പശുവിന്റെ ഒരു പീസ് വെച്ച് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് ആരാണ് കൊല ചെയ്തതെന്ന് പറയും എന്നുള്ളത് സുബ്ഹാനല്ലാഹ് അവർക്ക് അത് അറിയാൻ പറ്റി. അപ്പം അവര് തമ്മിലുള്ള വലിയ ഒരു പ്രശ്നം, ബനി ഇസ്രായേലിന്റെ ഇടക്ക് പൊട്ടിപ്പുറപ്പെട്ടേക്കാവുന്ന ഒരു വലിയൊരു യുദ്ധം പോലത്തെ തന്നെ ഒരു പ്രശ്നം അതുവഴി അവിടെ സോൾവ് ആയി. സുബ്ഹാനല്ലാഹ്. അപ്പം അവരില്ലേ പശുവിനെ അറക്കാൻ പറഞ്ഞപ്പം അവർ അറക്കൂല എന്ന് തീരുമാനിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചില്ലേ. ഈ ഒരു സംഭവത്തിന്റെ ഇടയ്ക്ക് കൂടെ അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ഉള്ളിലുണ്ടായിരുന്ന അഖീദയുടെ ആ ഒരു ട്വിസ്റ്റിലെ വളച്ചൊടിച്ചു വെച്ചിട്ടുള്ള തൗഹീദിനെ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നിവർത്തി കാണിച്ചു കൊടുത്തു. ഇതാണ് തൗഹീദ് എന്ന്. സുബ്ഹാനല്ലാഹ് അല്ലെ. അള്ളാഹ്ക്ക് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന വികലമായിട്ടുള്ള ആ ഒരു അഖീദ, വികലമായിട്ടുള്ള തൗഹീദിനെ ക്ലീൻ ആക്കി കാണിച്ചു കൊടുക്കണമായിരുന്നു. ഓക്കെ, അതിന്റെ കൂടെ അതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് തന്നെ ഒരു ഖൈറും കാണിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ ഇടയിൽ വലിയൊരു പ്രശ്നമായല്ലേ, ആരാണ് ഇയാളെ കൊന്നതെന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ വാഗ്വാദം നടത്തി ചിലപ്പം കുത്തും കൊലയൊക്കെ ആയി പോവായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ആ പരീക്ഷണത്തിൽ നിന്ന് രക്ഷിച്ചു. എങ്ങനെ? അവരുടെ അഖീദത്തിൽ, അതായത് അവർക്ക് അള്ളാഹുവിനേക്കാളും വലുതായ എന്തോ ഒന്ന് ഉണ്ടായിരുന്നു അല്ലെ, അവരുടെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ചിന്ത, ആ ഒരു ഇഷ്ടം. എന്നാ ഈ നമ്മൾ ദൈവമായിട്ട് ആരാധിക്കുന്ന ഈ പശുവിനെ എങ്ങനെ കൊല്ലും എന്നുള്ള അവരുടെ പേടി, അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കൂടെ ഒരൊറ്റ ഇൻസിഡന്റ് കൂടി അങ്ങ് ലെവലാക്കി കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ, ഇവർക്ക് പൊതുവെ ബനി ഇസ്രായേലിയരുടെ ആ ഒരു സമയമാകുമ്പോഴേക്കും അവരുടെ വിശ്വാസങ്ങളൊക്കെ ഒരുപാട് വീക്കായി വന്നിട്ടുണ്ട്. നമുക്കറിയാലോ, ഈജിപ്ഷ്യൻ ആ ഒരു കൾച്ചറും കൊണ്ടാണ് അവരിവിടെ വന്നിട്ടുള്ളത്. അവരുടെ ആഖിറത്തിനെ കുറിച്ചുള്ള വിശ്വാസം, അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചുള്ള വിശ്വാസം, അങ്ങനെ പലതും ഇങ്ങനെ ട്വിസ്റ്റായി പലതിലും ഈ ഇൻഫ്ലുവൻസ് കയറിയിട്ടുണ്ട്. ഫിറഔന്റെയും ആളുകളുടെയും ഇൻഫ്ലുവൻസ്. അങ്ങനെയാണ് അവർ ഈ പശുവിനെ ആരാധിക്കുന്നതിലേക്ക് വന്ന് എത്തിപ്പെട്ടത് അല്ലെ. അപ്പം അവർക്ക് പരലോകത്തിനെ കുറിച്ചുള്ള വിശ്വാസം ഒക്കെ ഭയങ്കര ഡിസ്റ്റോർട്ടഡ് ആയിരുന്നു, ആകെ കൂടെ വക്രമായ വികലമായിട്ടുള്ള ചിന്തകളായിരുന്നു. കാരണം ഒക്കെ ആ ഒരു പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളുമായിട്ട് ചുറ്റിക്കെട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം മമ്മി അല്ലെ, അങ്ങനെ കുറെ ഇതുണ്ട് അവർക്ക്. അവരുടെ മരണാനന്തര വിശ്വാസങ്ങൾ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ ഇവരുടെ ഇതിനകത്ത് കൂടിക്കലർന്ന് ഇവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, ചോദ്യം ചെയ്യുന്നു, സ്വർഗം ഉണ്ടെന്നും. അപ്പൊ ആ ഒരു നമ്മളെ സുബ്ഹാനല്ലാഹ് ഇസ്ലാമികമായിട്ടുള്ള തൗഹീദിപരമായിട്ടുള്ള പല വിശ്വാസങ്ങളിൽ നിന്നും അവർ വളഞ്ഞൊടിഞ്ഞ ആകെ കൂടെ ഒരു അവസ്ഥയിലായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ആ ഒരു വിശ്വാസത്തിനെയും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് അല്ലെ. കാരണം മരിച്ച ഒരാളെ അള്ളാഹു സുബ്ഹാനഹു തആല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് അവരുടെ അടുത്ത് പറയാണ്, എനിക്കിത് പറ്റുമെങ്കിൽ എനിക്ക് എന്തൊക്കെ പറ്റും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക,
അപ്പൊ അള്ളാഹു ഈ ഒരു ഇൻസിഡന്റിലൂടെ അതും കൂടെ ഒരു മരിച്ച ആളെ ജീവിതത്തിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും മരിച്ചാൽ എനിക്ക് തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു ഇൻസിഡന്റും കൂടെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു പാഠവും കൂടെ ഈ ഒരു ഇൻസിഡന്റിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ബനി ഇസ്രായേലിന് ഒരുപാട് ലെസൺസ് ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു പശുവിന്റെ ആയത്ത് ആദ്യം സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ നോക്കുമ്പോൾ ഇതുപോലെ കുറെ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ആ ഒരു സമയത്ത് മൂസ അലൈഹി ഇസ്ലാമിന്റെ കൗമിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ ഈ ആയത്ത് പറയുന്നത് ആരെടുത്താ, ഏത് സമയത്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന ബനി ഇസ്രായേലിന്റെ അടുത്ത്, ജൂതന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ അടുത്ത്. അവരെന്തിനാ ഈ ഒരു സംഭവം ഓർമ്മിപ്പിച്ചത്? അവർക്ക് ഇതിൽ നിന്നുള്ള ലെസൺ എന്താണ്? എന്തായിരിക്കാം അവർക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാനുണ്ടായിരുന്നത്? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും പകരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കില്ല, അല്ലെ? ഒന്നല്ലെങ്കിൽ വേറൊന്ന് ചോദിച്ചു അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഇത് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള അടുത്ത പ്രവാചകനാണ്. പക്ഷെ അതല്ലാന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്, അവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കലായിരുന്നു അവരുടെ മെയിൻ. അവർ പലതിനെ കുറിച്ചും ചോദിച്ചതായിട്ട് അറിയാം, അല്ലെ? അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അവര്, ഗുഹയുടെ ആളുകൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ കഹ്ഫ് അള്ളാഹു തൗഫീഖ് തരുകയാണെങ്കിൽ ആ സമയത്ത് അത് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം അതിനെ കുറിച്ച് അവർ ചോദിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ ചെന്നാൽ കിട്ടുന്ന ആദ്യത്തെ ഭക്ഷണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ കുറേ ചോദ്യങ്ങൾ. എന്തുകൊണ്ടാണ് ഒരു കുട്ടി മാതാപിതാക്കളെ പോലെ ഉണ്ടാവുന്നത്? അങ്ങനെ അവരിങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവാചകനാണെന്നുള്ളതിന്റെ ആ ഒരു സത്യപ്പെടുത്തലിന് അല്ലെങ്കിൽ അതിന്റെ സത്യസന്ധതയെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അല്ല അവർ ചോദിക്കുന്നത്. പക്ഷെ ഇവർക്ക് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറണം. അത് അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പ്രവാചകനെ സ്വീകരിക്കാൻ പറ്റില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ നബിയായിട്ട് അവർക്ക് സ്വീകരിക്കാൻ പറ്റൂല. അപ്പം മെസ്സേജ് ക്ലിയർ ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു തആല അയച്ച മെസ്സഞ്ചർ ആണ്, പ്രവാചകനാണെന്നുള്ള കാര്യം ക്ലിയർ ആയിരുന്നു. കാരണം അവരുടെ കയ്യിൽ ഫുൾ ലക്ഷണങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. എന്നാലും അവരത് സ്വീകരിക്കൂല. അവര് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല അവരോട് എന്താ പറയുന്നത്? ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കണ്ട. ഇതൊന്നും നിങ്ങൾക്ക് യാതൊരു റെലവൻസും ഇല്ല, ഒരു പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം സിമ്പിളാണ്. ഒരു പ്രവാചകൻ വന്നു, ആക്സെപ്റ്റ് ചെയ്യും, നിങ്ങള് വിശ്വസിക്കുക. നിങ്ങള് അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് ഒരു കൽപ്പന വന്നു, നിങ്ങളത് സ്വീകരിക്കുക. ഇത്രയേ ഉള്ളൂ. കാര്യം സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആൻഡ് ക്ലിയർ ആണ്. നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയില്ലേ, അനാവശ്യമായിട്ട് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ ചോദിച്ച് കാര്യത്തിലേക്ക് വരാതെ നിന്നതുകൊണ്ട് രക്ഷപ്പെടാൻ പോണില്ല. നിങ്ങളോട് പറഞ്ഞ കാര്യം ചെയ്യേ രക്ഷയുള്ളൂ. പറഞ്ഞ കാര്യം ചെയ്യേ തന്നെ വേണം. അപ്പം ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ബനി ഇസ്രായേലിന് ഉൾക്കൊള്ളാവുന്ന ഒരു പാഠം ഈ സംഭവത്തിലുള്ളതാണ്. ഇനി നമ്മൾക്ക് ഉൾക്കൊള്ളാം, അല്ലെ? നമ്മൾ കുറെ കണ്ടു. ഓരോ ആയത്തുകൾ കഴിയുമ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും ബാക്കിയുള്ളത് ഇപ്പൊ ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പം ഏറ്റവും ആദ്യം, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ്സായ ഒരു കാര്യമാണ്, എല്ലാ മനുഷ്യന്മാർക്കും, അതായത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകന്മാരടക്കം എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം, അല്ലെ? അള്ളാഹുവിന്റെ ഹെൽപ്പ് എന്ത് കാര്യത്തിനും ആവശ്യമാണ്. കാരണം മൂസ അലൈഹിസ്സലാം പറയുന്നത് നമ്മൾ കേട്ടു, അല്ലെ? അഊസു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. അള്ളാഹുവെ ജാഹിലുകളിൽ പെട്ട് പോകുന്നതിനെ തൊട്ട് നീ എന്നെ കാത്തു രക്ഷിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം എന്തെങ്കിലും അവര് പറഞ്ഞ, അല്ലെ, അവര് ഇൻസൾട്ട് ചെയ്ത് കളിയാക്കി ചോദിച്ചു കഴിഞ്ഞപ്പോ നമ്മളൊക്കെ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പ്രതികരിക്കുമോ അതേപോലെ പ്രവാചകൻ മൂസ അലൈഹിസ്സലാം ഒരു പക്ഷെ പ്രതികരിച്ചു പോയേക്കാവുന്നത് കൊണ്ടാണ് അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം തേടിയതില്ലേ. അദ്ദേഹത്തിന് അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം വേണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഓരോ സാഹചര്യങ്ങളെയും ഫേസ് ചെയ്യുമ്പോൾ, ഓരോരുത്തരും നമ്മൾക്കെതിരെ ഓരോ കമന്റുകൾ പറയുമ്പോൾ, നമ്മളെ പരിഹസിക്കുമ്പോൾ, നമ്മളെ ഇകഴ്ത്തുമ്പോൾ, അല്ലെ, അപ്പൊ മൂസ അലൈഹിസ്സലാമിന് അത്രയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം വേണമെങ്കിൽ നമുക്ക് എത്രത്തോളം വേണം? സുബ്ഹാനല്ലാഹ്, അല്ലെ? നമ്മൾ ഇതുപോലെയുള്ള ഓരോ കുഞ്ഞു കാര്യങ്ങൾ, കുഞ്ഞു നമുക്ക് വലുതായിരിക്കും പല കാര്യങ്ങളും, അല്ലെ? പലരും നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ അടുത്ത് ചോദിക്കുന്നത്, നമ്മളെ കുറ്റപ്പെടുത്തുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ഇനി മുതൽ ഞാൻ അതൊന്നും ശ്രദ്ധിക്കൂല,
നമുക്ക് അള്ളാഹിന്റെ സഹായം വേണം. മൂസ അലൈഹി ഇസ്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ചോദിക്കണം റബ്ബിന്റെ അടുത്ത്. അത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. സുബ്ഹാനല്ലാഹ്. ഇന്നലത്തെ റിഫ്ലക്ഷൻസിൽ പലരും അതിനെക്കുറിച്ച് എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദുആ ആയിട്ട് നമ്മൾ കൂടെ കരുതുക. നമ്മൾ ഇതുപോലെയുള്ള പലതിലും പെട്ടു പോകുമ്പോൾ മൂസ അലൈഹി ഇസ്ലാം ചോദിച്ചതുപോലെ റബ്ബിന്റെ അടുത്ത് സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഔദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. മൂസ അലൈഹി ഇസ്ലാം ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 1000 പ്രാവശ്യം പറഞ്ഞാലും മതിയാവില്ല അല്ലെ. അതാണ് നമ്മളുടെയൊക്കെ ഈമാനിന്റെ അവസ്ഥ. സുബ്ഹാനല്ലാഹ്. പിന്നെ അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാൽ പോലും നമ്മളെപ്പോഴും ലെസൺസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പറഞ്ഞാൽ അതിന്റെ പ്രാക്ടിക്കൽ പാർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ നമ്മള് കൊതുകിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കൊതുകിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചില ആളുകൾ എന്താവും, അള്ളാഹു ഇതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത് എന്നുള്ള ആ ഒരു ചോദ്യം പറഞ്ഞിട്ട് അവര് വഴിതെറ്റിപ്പോവും. എന്നാൽ അതിൽ നിന്ന് ലെസൺസ് എടുക്കുന്നവര് അതിന്റെ പ്രയോജനം എടുത്തിട്ട് അവരെന്താകും, അള്ളാഹു മാർഗദർശനം കാട്ടിയവരുടെ കൂട്ടത്തില് ആകും. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ നമ്മള് ആരുടെ കൂട്ടത്തിലാവണം? ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് എന്നാലും ഇതെന്തായിരിക്കും, അതെന്തായിരിക്കും, മറ്റേതെന്തായിരിക്കും, മറിച്ചെന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വേണ്ട കാര്യങ്ങൾ നമ്മൾ പിക്ക് ചെയ്യാൻ ഒരു പക്ഷെ നമുക്ക് മിസ്സായി പോകും. സുബ്ഹാനല്ലാഹ്. നമ്മൾ വേണ്ട ഡയറക്ഷനിലാവില്ല പോണത്, വേറെ ഡയറക്ഷനിൽ ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്കൊരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് എടുക്കുക, ചെയ്യുക, മുന്നോട്ട് പോവുക. അടുത്തത് വരും, എടുക്കുക, ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് ഒരു പക്ഷേ ആദ്യത്തെ ലെവലിൽ ക്ലിയർ ആവാത്ത പലതും അടുത്തടുത്ത ലെവലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ലിയർ ആക്കി തന്നേക്കാം. അത് അള്ളാഹുവിന്റെ അടുത്ത് അതിനു വേണ്ടി തൗഫീഖ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നമ്മളെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കാം. ഓക്കെ. അനുസരിച്ചുകൊണ്ട് ഒരു പക്ഷെ നമുക്ക് അതിന്റെ കൂടുതൽ ഭംഗി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കാം. അള്ളാഹു, ഞാനിത് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് അതിനകത്തേക്ക് ഒരു ആഴം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഹൃദയം അതിനകത്ത് വരുന്നില്ല, നീ എന്നെ സഹായിക്കുന്നു പറഞ്ഞാൽ ഒരു പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കൂടുതൽ ഭംഗികൾ, കൂടുതൽ അതിന്റെ സീക്രട്സ് നമ്മളെടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്ന് കാണിച്ചു തരുമായിരിക്കും. പക്ഷെ അത് ചെയ്യാതിരുന്നിട്ട് അതെന്നാൽ അങ്ങനെ ആയിരിക്കില്ലേ, അല്ലെ പിന്നെ ഇത് ഇങ്ങനെ ആയിരിക്കില്ലേ, എന്നാ പിന്നെ അതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ച് ചെയ്യാതിരിപ്പിക്കുന്നത് ഇബ്ലീസിന്റെ ഒരു ട്രിക്കാണ്. നമ്മളെ അമല് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഡിലേ ആക്കാൻ വേണ്ടിയിട്ട്, അനുസരണക്കേട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് തരുന്ന ട്രിക്കാണ്. അതിനകത്ത് നമ്മൾ പെട്ടുപോകണ്ട. അപ്പൊ ബനി ഇസ്രായേലിന്റെ അടുത്ത് അല്ലെ മൂസ അലൈഹി ഇസ്ലാം നിങ്ങൾ പശുവിനെ അറക്ക് എന്ന് പറഞ്ഞപ്പോ അവര് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ച് അവര് കൂടുതൽ അതിനെ പ്രയാസപ്പെടുത്തിയ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ലെസൺസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെടുത്ത് എന്താണ്, ഒരു പശുവിനെ അറക്കാനാണ് പറഞ്ഞത് അല്ലെ. എന്തിനാണ് അള്ളാഹുവിന് വേറെ എന്ത് വേണമെങ്കിലും പറയായിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞപ്പോ. അതായത് ഈ ഒരു മനുഷ്യനെ കൊന്നിട്ടുണ്ട് അല്ലെ, അതിന്റെ പേരിൽ അവർ തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് നടക്കുകയാണ്, ഒരു പ്രശ്നം നടക്കുകയാണ്. അപ്പം അതാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് അവർ ചെന്ന് ചോദിച്ചത് എന്താ ചെയ്യേണ്ടതെന്ന് അല്ലെ. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടുത്ത് പശുവിനെ അറക്കാൻ പറഞ്ഞത്? അതൊക്കെ വേറെ എന്തെങ്കിലും പറയും. ഇയാള് ഒന്ന് എഴുന്നേറ്റ് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി പശുവിനെ അറക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെ. അയാൾ വെറുതെ ഒന്ന് അടിച്ചാൽ മതിയായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്, അവർക്ക് ചില വിശ്വാസങ്ങൾ പശുവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിരുന്നു. അവർക്ക് പശുവിനെ കുറച്ചധികം ഇഷ്ടമായിരുന്നു. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം നമ്മള് വിശ്വാസികള് അള്ളാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ മേലെ എന്തിനെങ്കിലും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് അനുവദനീയമല്ല. അള്ളാഹുവിനേക്കാളും മേലെ നമുക്ക് ഒന്നിനെയും ഇഷ്ടപ്പെടാൻ പാടില്ല. അപ്പൊ അങ്ങനെ നമുക്ക് എന്തിനോടെങ്കിലും അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ അവർക്ക് എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടും കാണിച്ചു കൊടുത്തിട്ടും ഒക്കെ അവർക്ക് പശുവിനോട് കൂടുതൽ ഇഷ്ടം തോന്നി. അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു, നിങ്ങൾ അതിനെ അങ്ങ് അറുത്തുകളാ. അപ്പൊ നമുക്ക് ഇതുപോലെ നമുക്ക് എന്തിനോടെങ്കിലും ഒരു ഇഷ്ടം അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അറുത്ത് കളയുക തന്നെ വേണം അതിനെ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അതിനെ അറുത്ത് കളയണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതിനെ ഒഴിവാക്കണം. ഒഴിവാക്കാന്ന് പറഞ്ഞാല് കട്ട് ചെയ്ത് ഒഴിവാക്കാന്നൊന്നും അല്ല കേട്ടോ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെയും നമ്മളുടെയും ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് ആ പൊസിഷനിൽ നിന്ന് അങ്ങ് മാറ്റണം. അതിന്റെ അള്ളാഹു കഴിഞ്ഞിട്ട് മതി. ഓക്കെ. എന്തും അള്ളാഹു കഴിഞ്ഞിട്ട് മതി. ആ ഒരു സ്നേഹം നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയേക്കാളും മേലെ നമുക്ക് എന്തിനോടെങ്കിലും നമുക്ക് നിൽക്കുന്ന ആ ഒരു സ്നേഹം നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഈമാനിനെ തല്ലിക്കെടുത്ത് കളയും. ഇതാണ് നമുക്ക് ഈ ഒരു ആയത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ആയത്തുകൾ, ഈ ഒരു സംഭവത്തിൽ നിന്ന് പഠിക്കാനുള്ള ഏറ്റവും വലിയ ലെസൺ. സുബ്ഹാനല്ലാഹ്. പറയാൻ ഭയങ്കര എളുപ്പം അല്ലെ. നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാൾ ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് റിമൂവ് ചെയ്ത് കളയണം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്. ചിലപ്പം ചിലർക്ക് തോന്നുന്നുണ്ടാവും, എനിക്ക് അള്ളാഹുവിനാണ് ഏറ്റവും ഇഷ്ടം എന്ന്. ചിലർക്ക് തോന്നുന്നുണ്ടാവോ എങ്ങനെയാണ് അല്ലെ, എനിക്ക് പലതും ഉണ്ട്, പക്ഷെ എങ്ങനെയാണ് ഇതിനെയൊക്കെ റിമൂവ് ചെയ്യുക?
അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ഭയങ്കര കെയർഫുൾ ആയിട്ട് കേൾക്കുക, അതിനെക്കുറിച്ച് വീണ്ടും 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 ചിന്തിക്കുക, ചിന്തിച്ച് 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 മനസ്സിലാക്കിയിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമ്പോൾ അതിനെ കൊണ്ടുവരിക. സുബ്ഹാനല്ലാഹ്. ശരിക്കും ശരിക്കും ശ്രദ്ധിക്കട്ടോ. അതായത് നമ്മൾ ഇസ്ലാമിന്റെയും നമ്മളുടെ ജീവിതത്തിന്റെയും ഒരു ഹോൾ പിക്ചർ കാണാൻ പോവാം. ഓക്കെ, നമ്മൾ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിനെ നമ്മളൊന്ന് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈമാനും അമലും ആണല്ലേ, വിശ്വാസവും കർമ്മങ്ങളും. ഈമാൻ ഹൃദയത്തില്, എന്നിട്ട് നമ്മൾ നാവ് കൊണ്ട് അതിന് സാക്ഷ്യം വഹിക്കുന്നു, അമലുകൾ ചെയ്യുന്നു. എല്ലാം ഈമാനിലാണ് തുടങ്ങുന്നത് അല്ലെ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, എന്തൊക്കെയോ ഗൈബുകളിൽ നമുക്ക് വിശ്വസിക്കാനുണ്ട്. അത് ആ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന അമലുകൾക്കൊന്നും ഒരു അർത്ഥവും ഉണ്ടാവില്ലായിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ വിശ്വാസങ്ങൾ, നമുക്ക് അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു കാര്യം, അള്ളാഹു സൃഷ്ടാവാണെന്നും അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിശ്വാസങ്ങളും, അതുപോലെ മലായിക്കത്തിനെ കുറിച്ച്, പ്രവാചകന്മാരെ കുറിച്ച്, ഗ്രന്ഥങ്ങളെ കുറിച്ച്, അന്ത്യനാളിനെ കുറിച്ച്, നരകത്തെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച്, ഖദറിനെ കുറിച്ച് ഒക്കെ വിശ്വാസമില്ലായിരുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്കൊന്നും ഒരു അർത്ഥം ഉണ്ടാവുമായിരുന്നില്ല അല്ലെ. അപ്പം ഈമാനിലാണ് എല്ലാം തുടങ്ങുന്നത്. എന്നിട്ട് നമ്മൾ ഷഹാദ, നമ്മളുടെ നാവ് കൊണ്ട് അതിന് സാക്ഷ്യം വഹിക്കലാണ് ഷഹാദ. തുടർന്ന് നമ്മളുടെ ആക്ഷനുകളാണ് അല്ലെ, നമ്മളുടെ അമലുകളാണ്. അമലുകൾ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഈമാന്റെ തെളിവുകളാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ അമലും നമ്മളുടെ ഉള്ളിലുള്ള ഈമാന്റെ തെളിവുകളാണ്. അപ്പൊ നമ്മൾ അമലിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എന്താണ്, ഇപ്പൊ നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ് അല്ലെ, ഈമാനും അമലും ആണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ എന്താന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. സുബ്ഹാനല്ലാഹ്. നമ്മൾ മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഗ്രൂപ്പുകളിലൊക്കെ സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ ഉണ്ടായിരുന്നു. നമ്മൾ ഇബ്ലീസും നമ്മളുടെ നഫ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ തുടങ്ങാണ്. അതായത് ഈ ഭൂമിയിലുള്ള ജീവിതത്തില് നമ്മൾ മനുഷ്യന്മാരെന്ന് പറയുന്നത് നമ്മളുടെ ജിസ്മ അല്ലെങ്കിൽ ജസദ്, ബോഡിയും റൂഹും, ഓക്കെ, നമ്മുടെ ശരീരവും റൂഹും കമ്പൈൻ ചെയ്തതാണ് നമ്മളുടെ നമ്മുടെ ജസദും റൂഹും, നമ്മുടെ ശരീരവും റൂഹും കമ്പൈൻ ചെയ്തതാണ് നമ്മളുടെ ഈ ഭൂമിയിലുള്ള ജീവിതം അല്ലെ, നമ്മളുടെ ഐഹിക ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ജനിക്കുന്നതിന്റെ മുമ്പ്, അത് ഭൂമിയിലേക്ക് ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് നമ്മൾ റൂഹ് മാത്രമായിരുന്നു ആകാശത്ത് സൃഷ്ടിക്കപ്പെട്ട അല്ലെ. നമ്മൾ മരിച്ചതിന് ശേഷം ഇതുപോലെ ജസ്ദ് ഇവിടെ ഇട്ടിച്ചിട്ട് നമ്മൾ റൂഹ് മാത്രമായിട്ട് മാറും. അപ്പം ഇവിടെ എന്ന് പറയുന്നത് നമ്മളുടെ ജസ്ദ് ശരീരവും റൂഹുമാണ്. ഓക്കെ, ഇനി ഈ ജസദ് എന്ന് പറയുന്നത്, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? മണ്ണിൽ നിന്നാണ് അല്ലെ, ഭൂമിയിൽ നിന്നുള്ളതാണ്. റൂഹ് എന്ന് പറയുന്നത് ആകാശത്ത് നിന്നുള്ളതാണ് അല്ലെ. റൂഹ് ആകാശത്ത് സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ജസദ് എപ്പോഴും എന്തുകൊണ്ടാണ് സാറ്റിസ്ഫൈഡ് ആവുക? ഭൂമിയിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ജസദ് തൃപ്തിയാവുക. ഓക്കെ, ജസദിന് തൃപ്തി കിട്ടണമെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങളുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ്. ഇവിടെയുള്ള ആളുകള്, ഇവിടെയുള്ള പണം, ഇവിടെയുള്ള ഭക്ഷണം, ഇവിടെയുള്ള പ്രശസ്തി, എന്തും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം അതാണ് നമ്മളുടെ എന്താണ് ഈ ജസദ് എന്ന് പറയുന്ന പാട്ടിന് തൃപ്തിയാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. എന്നാൽ റൂഹിന് തൃപ്തി വരണമെങ്കിൽ എല്ലാം ആകാശത്ത് നിന്ന് കിട്ടണം. ഖുർആൻ, അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ, അതൊക്കെയാണ് റൂഹിന് കിട്ടുന്ന തൃപ്തി അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഈ രണ്ട് തൃപ്തിയും നമുക്ക് മനുഷ്യന്മാർക്ക് വേണം അല്ലെ. ചില സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുമ്പോൾ അപ്പോൾ ഭക്ഷണം കിട്ടിയാൽ തന്നെ നമുക്ക് തൃപ്തിയാവുള്ളൂ. എന്നാൽ നമുക്ക് ഖുർആൻ, സുബ്ഹാനല്ലാഹ്, ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹിക്മത്ത് മനസ്സിലാകുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം മനസ്സിലാകുമ്പോൾ, ഖുർആനുള്ള ഓരോ ആയത്തുകളും ഓരോ വാക്കുകളും അതിന്റെ ഭംഗി മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെ. അത് നമ്മുടെ റൂഹിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ നമ്മളുടെ ഈ ഒരു ജേർണി എന്ന് പറയുന്നത്, നമ്മൾ ജനിച്ചിട്ട് മരിക്കുന്നത് വരെയുള്ള നമ്മളുടെ യാത്ര എന്ന് പറയുന്നത് റൂഹിൽ നിന്ന് തുടങ്ങി ജസദും റൂഹുമായിട്ട് കമ്പൈൻ ചെയ്ത് തിരിച്ച് റൂഹിലേക്ക് പോവാണ് അല്ലെ. അപ്പം ഈ യാത്ര എന്ന് പറയുന്നത്, ഭൂമിയിലുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മൾ ജസദിനെ വിട്ട് റൂഹിലേക്ക് പോകുന്ന ഒരു സമയമാണ്. അതായത് ജസദിന് നമ്മൾ പറഞ്ഞു, അതായത് ശരീരത്തിന് നമ്മൾ പറഞ്ഞു എല്ലാം ഭൂമിയിലുള്ള എല്ലാമായിട്ട് അതിന് അറ്റാച്ച്മെന്റ് ആണ് അല്ലെ. അപ്പം അതിന് റൂഹിലേക്ക് തിരിച്ച് മരണത്തിലേക്ക് പോകണമെങ്കിൽ ഈ ജസദ് ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിറ്റാച്ച് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ഈ ഭൂമിയിൽ നമുക്ക് ഓരോന്നിനോടുള്ള അറ്റാച്ച്മെന്റുകൾ ഉണ്ട് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു പല കാര്യങ്ങളാണ്. അത് നമ്മുടെ സ്വത്താവാം, സമ്പാദ്യമാവാം, മക്കളാവാം, ഭക്ഷണമാവാം, എന്താണെങ്കിലും അതിനോടൊക്കെ ഡിറ്റാച്ച് ചെയ്തിട്ട് നമ്മളെ പറിച്ചിട്ട് വേണം നമുക്ക് റൂഹായിട്ട് തിരിച്ചു പോകാൻ. സുബ്ഹാനല്ലാഹ്. ഭൂമിയിലുള്ള അറ്റാച്ച്മെന്റ്സ് ഒക്കെ കളഞ്ഞിട്ട് ആകാശത്തിലുള്ള അറ്റാച്ച്മെന്റ്സും കൊണ്ട് വേണം പോവാൻ. സുബ്ഹാനല്ലാഹ്.
അപ്പോൾ എപ്പോഴും ഈ ഭൂമിയിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ഫൈറ്റ് ആണ് അല്ലെ. ജസദ അല്ലെങ്കിൽ ജിസ്മ ഭൂമിയിലുള്ള സാധനങ്ങളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് എനിക്ക് ഇവിടെ തന്നെ നിന്നാ മതിയില്ലേ, എനിക്ക് ഭൂമിയിലുള്ള ഈ ഒരു അറ്റാച്ച്മെന്റ്, എന്റെ കുടുംബം, എന്റെ മക്കൾ, അത് മൂപ്പരൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ റൂഹ് പറയും വാ നമുക്ക് പോണ്ടേ, നമുക്ക് ഖുർആനും അള്ളാഹു സുബ്ഹാനഹു തആലയുള്ള അറ്റാച്ച്മെന്റും ഒക്കെ ആയിട്ട് എന്താണ് സംതൃപ്തിയായിട്ടുള്ള ഒരു ഹൃദയമായിട്ട് അല്ലെ, സംതൃപ്തമായിട്ട് നമുക്ക് തിരിച്ച് റബ്ബിലേക്ക് പോകണം. എല്ലാ സാറ്റിസ്ഫാക്ഷനും എന്തിൽ നിന്ന് കിട്ടണം? ആകാശത്ത് നിന്ന് വരുന്ന, ഖുർആനിൽ നിന്ന് വരുന്ന, അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ നിന്ന് വരുന്ന ആ സാറ്റിസ്ഫാക്ഷനോടും കൂടി നമുക്ക് പോകണം. അപ്പം ഈ ഭൂമിയിലുള്ള നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ഫൈറ്റ് ആണ് എപ്പോഴും. ഓക്കെ, അപ്പം ഇതാണ് ആദ്യം നമ്മൾ ഇസ്ലാം എന്താന്ന് പറഞ്ഞു, അതിൽ ആക്ഷൻസ് അമൽ മാത്രം അവിടെ ബാക്കി വെച്ച് അല്ലെ. ഇനി നമുക്ക് അമലിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഈമാന്റെ കാര്യം പറയുന്നു, അമലിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് അമലിലേക്ക് തിരിച്ചു വരാം. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നിട്ടുള്ള, ഭൂമിയിൽ തന്നിട്ടുള്ള അമലുകളെ കുറിച്ച്, നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അമലുകളെ കുറിച്ച് നോക്കാം. കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്, ബാക്കി കുറച്ച് കാര്യങ്ങൾ സുന്നത്തായിട്ടുള്ള അല്ലെങ്കിൽ ഐച്ഛികമായിട്ടുള്ള കർമ്മങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതിന് ഒരു എക്സാമ്പിൾ എടുക്കാം. സക്കാത്ത് അല്ലെങ്കിൽ സ്വതക്ക, അല്ലെങ്കിൽ നമ്മൾ ആളുകളെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്നത്, അതായത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ അല്ലെ, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ റിസ്ഖിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുക. അങ്ങനെ ചെലവഴിക്കുന്നവരാണ് മുത്തഖീങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം സക്കാത്ത് അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ആളുകൾക്ക് നമുക്ക് കിട്ടിയതൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളുടെ പണത്തോടുള്ള ഇഷ്ടത്തിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റ് ആണ്. അള്ളാഹു തന്നിരിക്കുന്ന അമലുകളാണെ നമ്മൾ ഓരോന്നും മനസ്സിലാക്കാൻ നോക്കുകയാണ്. അള്ളാഹു എന്തിനാണ് ഓരോ അമലും തന്നിട്ടുള്ളത്? ഈ ജസദിന്റെ, ഈ ഭൂമിയിലുള്ള ഒരു അറ്റാച്ച്മെന്റിൽ പെട്ടതാണ് നമ്മളുടെ പണത്തോടുള്ള അറ്റാച്ച്മെന്റ്. അതിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുക, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക അല്ലെ. അതേപോലെ ഇത് സക്കാത്ത് മാത്രമല്ല അല്ലെ, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള എല്ലാ റിസ്ഖിൽ നിന്നും നമ്മൾ ചെലവഴിക്കണം അല്ലെ. നമ്മുടെ സമയത്തിൽ നിന്ന് നമുക്ക് ചെലവഴിക്കണം, നമ്മുടെ അറിവിൽ നിന്ന് ചെലവഴിക്കണം, നമുക്ക് തന്നിട്ടുള്ള എല്ലാത്തിൽ നിന്നും, നമുക്ക് ഇനി ആളുകളായിട്ടും സാധനങ്ങളായിട്ടും റബ്ബ് തന്നിട്ടുള്ള എല്ലാത്തിൽ നിന്നും നമ്മൾ ചെലവഴിക്കണം. അപ്പം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെ. എന്റെ സമയം, എന്റെ കാര്യങ്ങൾ എന്നുള്ള അറ്റാച്ച്മെന്റിൽ നിന്ന് നമ്മൾ അകലണം. എന്റെ കംഫർട്ട് അല്ലെ, എനിക്ക് സുഖമായിട്ട് വീട്ടിലിരിക്കണോ അതോ ഞാൻ ആളുകളെ സഹായിക്കണോ? എനിക്ക് സുഖമായിട്ട് വീട്ടിലിരിക്കണോ, ആളുകളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണോ, ഞാൻ ആളുകൾക്ക് പൈസ കൊടുത്ത് സഹായിക്കണോ? ഏതൊക്കെ രീതിയില്ലേ, ചിലപ്പോൾ എൽമ കൊടുത്തായിരിക്കും, ചിലപ്പോൾ സമയം മാത്രം കൊടുത്തായിരിക്കും, ചിലപ്പം ആരോഗ്യം കൊടുത്തിട്ടായിരിക്കാം. അപ്പൊ ഏതൊക്കെയോ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ഇവിടെയുള്ള അറ്റാച്ച്മെന്റിൽ നിന്ന് പറിച്ചെടുക്കുകയാണ്. എങ്ങനെ? സകാത്തും സദഖയും ആളുകളെ സഹായിക്കുന്നതും ഒക്കെ. എന്നാൽ അതോ നിങ്ങൾ പോയിട്ട് ആ ലോകത്തുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർക്കുന്നല്ല അള്ളാഹ് പറഞ്ഞത് അല്ലേ. അവനെ കണ്ടു ഭയങ്കര ദാരിദ്ര്യം, നിന്റെ കയ്യിലുള്ള പൈസ മുഴുവൻ കൊടുത്തിട്ട് അവന്റെ പ്രശ്നം തീർക്കുന്ന അള്ളാഹ് പറഞ്ഞിട്ടില്ല. അള്ളാഹ് പറഞ്ഞു മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നിനക്ക് റബ്ബ് തന്നതിൽ നിന്ന് നീ ചെലവഴിക്കുക. നിനക്ക് തന്ന ഓരോരുത്തരും അവനവന്റെ കപ്പാസിറ്റിയിൽ അവനവനുള്ള അറ്റാച്ച്മെന്റ്സിൽ നിന്ന് അകലാൻ വേണ്ടിയിട്ട് നിന്റെ പൈസ, നിന്റെ സമയം, നിന്റെ സുഖം, നിന്റെ സൗകര്യം, അതിൽ നിന്ന് നീ ഡിറ്റാച്ച്ഡ് ആവ്. നീ പുറത്തേക്ക് ഇറങ്ങുക അതിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഒരു അമൽ എന്ന് പറയുന്നത് സക്കാത്ത്, സ്വതക്ക, ആളുകളെ സഹായിക്കാനുള്ള അല്ലെ. ഇനി ഹജ്ജ് ഉംറ എടുത്തു നോക്കാം. ഹജ്ജ് ഉംറ നമ്മളുടെ ആരോഗ്യത്തിനോടുള്ള ഇഷ്ടം, വീണ്ടും പണത്തോടുള്ള ഇഷ്ടം, കുടുംബത്തോടുള്ള ഇഷ്ടം അല്ലെ, ഇതൊക്കെ നമ്മൾ മാറ്റിവെക്കുക. സമയത്തോടുള്ള ഇഷ്ടം, ജോലിയോടുള്ള ഇഷ്ടം അല്ലെ, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് വേണം ഒരാൾ ശരിയായ നിയത്തോടു കൂടി പോയി ഹജ്ജോ ഉംറയോ ചെയ്തു വരാൻ. സുബ്ഹാനല്ലാഹ് അല്ലെ. ആരോഗ്യത്തിന് ശരിക്കും പണി കിട്ടുന്ന പരിപാടികളല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കാതെ ചെയ്യണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെ. പണം ചെലവഴിക്കണം, കുടുംബവുമായിട്ടുള്ള സമയം നമുക്ക് നഷ്ടപ്പെടും, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചിലപ്പം വിട്ടേച്ച് പോകേണ്ടി വരും അല്ലെ. ചിലവർ ബിസിനസ്സുകാരനൊക്കെ ആണെങ്കിൽ എത്രയോ പൈസ ഉണ്ടാക്കുന്ന സമയമായിരിക്കും അത്. അപ്പം ഈ പറഞ്ഞ നിന്റെ ഭൂമിയിലുള്ള ഈ പറഞ്ഞ എല്ലാ അറ്റാച്ച്മെന്റിൽ നിന്ന് നീ വിട്ടിട്ട് നീ പോയി ഉംറ ചെയ്യേ, ഹജ്ജ് ചെയ്യേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് വീണ്ടും ഹെൽപ്പ് ചെയ്യാണ് നമുക്ക് ഈ തരത്തിലുള്ള ആക്ഷൻസ് തന്നിട്ട് അല്ലെ. നീ ഇതിൽ നിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നോമ്പ് എടുക്കുന്നതിലേക്ക് പോവാം. നോമ്പ് എന്താ? നമ്മളെ ഭക്ഷണത്തിനോടുള്ള ഇഷ്ടം, ലൈംഗിക സുഖങ്ങളോടുള്ള ഇഷ്ടം അല്ലെ, അതിനോടൊക്കെ നീ വിട പറയേ. നീ പ്രാക്ടീസ് ചെയ്യേ, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നീ പ്രാക്ടീസ് ചെയ്യേ. നിന്റെ ഈ നഫ്സിന്റെ, നിന്റെ ഈ ജസദിന്റെ അറ്റാച്ച്മെന്റ്സ്, ഭൂമിയിലുള്ള അറ്റാച്ച്മെന്റ്സ് എന്നൊക്കെ നീ വിട്ടിട്ട് നീ നോമ്പെടുക്കുക. നോമ്പെന്ന് പറയുന്നത് ഇത് മാത്രമൊന്നുമല്ല അല്ലെ, ഭക്ഷണം ലൈംഗിക കാര്യങ്ങൾ മാത്രമല്ല, നമ്മളെ സംസാരത്തിലല്ലേ നമുക്ക് തോരാതെ വായി തോന്നിയതൊക്കെ പറയുന്ന സംസാരത്തിന് നീ ഒരു കൺട്രോൾ കൊണ്ടുപോകുക. അതാണ് നോമ്പ്. നിന്റെ ഹൃദയത്തിലുള്ള മോശമായ ചിന്തകൾക്ക് നീ ഒരു കൺട്രോൾ കൊണ്ടുപോവാ. നീ മോശപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്നതിന് നീ ഒരു കൺട്രോൾ കൊണ്ടുപോവാ. നീ മോശപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് നീ ഒരു കൺട്രോൾ കൊണ്ടുപോവാ. ഇതാണ് നോമ്പ്. എല്ലാത്തിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റ്, നമുക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ അറ്റാച്ച്മെന്റിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റ് ആണ് നോമ്പ്.
സുബ്ഹാനല്ലാഹ്. ഇനി നിസ്കാരം, സുബ്ഹാനല്ലാഹ്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും കവർ ആവാത്തതുണ്ടെങ്കിൽ എല്ലാം, അല്ലെ? കാരണം നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹു ബാങ്കിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ബാങ്ക് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മളോട് പറയണം അള്ളാഹു അക്ബർ, നീ ഇപ്പൊ ചെയ്യുന്നത് എന്തെന്നെയാണോ സ്റ്റോപ്പ്. അതിൽ ഇന്നതെന്നൊന്നുമില്ല. ഈ പറഞ്ഞ പല കാര്യങ്ങളും ഇന്നതെന്ന് ഉണ്ടായിരുന്നു, അല്ലെ? സക്കാത്തിലാണെങ്കിൽ കൂടുതൽ പണത്തിനായിരുന്നു, ഹജ്ജിനാണെങ്കിൽ കൂടുതൽ ആരോഗ്യത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിരുന്നു, നോമ്പിനാണെങ്കിൽ ഭക്ഷണം പോലെയുള്ള കാര്യങ്ങൾക്കായിരുന്നു, നിസ്കാരാണെങ്കിൽ നീ ഇനി എന്ത് പുണ്യപ്രവൃത്തി ചെയ്യുകയാണെങ്കിലും, നീ ഇനി എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും സ്റ്റോപ്പ്. നീ പോയി അള്ളാഹുൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം എല്ലാ ഭൗമികമായിട്ടുള്ള ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഐഹികമായിട്ടുള്ള അറ്റാച്ച്മെന്റിൽ നിന്നും നീ നിന്നെ തന്നെ പറിച്ചു കൊണ്ടുപോയിട്ട് നീ ചെന്ന് നമസ്കരിക്കുക. സുബ്ഹാനല്ലാഹ്. ഇനി ഇതിനകത്ത് തഹജ്ജുദ് വരികയാണെങ്കിൽ നിന്റെ ഉറക്കത്തിനോടുള്ള ഇഷ്ടം, നിന്റെ റെസ്റ്റിനോടുള്ള ഇഷ്ടം, അത് നീ നിർത്തുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഭംഗിയായിട്ടാണ് നമുക്ക് ഓരോ അമലുകളും ക്രമീകരിച്ച് തന്നിട്ടുള്ളത്. ഈ അമലുകളൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം ഈമാൻ അവിടെ സെറ്റ് ആവണം, അല്ലെ? ഈമാൻ ഇല്ലാന്നുണ്ടെങ്കിൽ, ആ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ശരിയായ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു അർത്ഥം ഇല്ലാണ്ടായി പോകും, അല്ലെ? ഇതിനിടയ്ക്ക് നമുക്കൊരു ഷഹാദത്തും തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നാവ് കൊണ്ട് അത് പറയുകയും വേണം. അങ്ങനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള എല്ലാത്തിൽ നിന്നും നമ്മളുടെ ജസദ് എന്താണ്, നമ്മൾ ഭൂമിയിൽ എന്തിനോടൊക്കെ അറ്റാച്ച്ഡ് ആണോ അതിൽ നിന്നൊക്കെ നമ്മൾ ഡിറ്റാച്ച്ഡ് ആവുമ്പോൾ ആണ് നമ്മൾ എവിടെ എത്തുന്നത്? നമ്മളുടെ ഷഹാദത്തില്, ലാ ഇലാഹ ഇല്ലല്ലാഹില്. അൾട്ടിമേറ്റ് പൊസിഷൻ അതാണ്. എന്ത്? തൗഹീദ്. നമ്മൾ തൗഹീദിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ എന്തിനോടൊക്കെ ഇഷ്ടമുണ്ടോ അതിൽ നിന്നൊക്കെ എന്താണ് നമ്മൾ പറിച്ചു മാറ്റി ആ പൊസിഷനിലൊക്കെ അള്ളാഹുവിനെ സ്ഥാപിക്കണം. ഏറ്റവും മുകളിൽ അള്ളാഹു ആയിരിക്കണം. അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെയാണ് തൗഹീദ്, അവിടെയാണ് ഷഹാദത്ത്. ഇപ്പൊ നമ്മൾ വിചാരിക്കണ്ടാവും, ആ ഞാനിതൊക്കെ നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ടല്ലേ, എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച് ചെയ്തിട്ട് നോമ്പെടുക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, സദഖ കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഞാൻ തൗഹീദിന്റെ ആളാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, അല്ലെ? നമ്മൾ തൗഹീദിന്റെ ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. അതിലേക്ക് വരാം. അതിന്റെ മുമ്പ് നമ്മളുടെയൊക്കെ ലക്ഷ്യം എന്താണ്? സ്വർഗം, അല്ലെ? സ്വർഗം നമുക്ക് എങ്ങനെയാ കിട്ടുക? അവിടെ ഒരു വിചാരണ ദിവസമുണ്ട്. അവിടുത്തെ ക്വസ്റ്റ്യനിങ്ങിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കണക്കെടുപ്പിൽ ഏറ്റവും നല്ല ആൻസർ കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ ക്വസ്റ്റ്യനിങ് ഇല്ലാതെ രക്ഷപ്പെടണം, അല്ലെ? ഹിസാബ് ഇല്ലാതെ രക്ഷപ്പെട്ട ഒരു പക്ഷേ സ്വർഗത്തിലെത്താം. അല്ലെങ്കിൽ നമ്മുടെ ഹിസാബിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആൻസർ കൊടുക്കണം. ഹിസാബ് ഇല്ലാത്തത് ആർക്കാ? തൗഹീദ് ഏറ്റവും പീക്കിലുള്ള ആളുകൾക്ക്. സുബ്ഹാനല്ലാഹ്. ഹിസാബ് ഇല്ലാത്ത ഹദീസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് എല്ലാം അവരുടെ റബ്ബാണ്. തൗഹീദിന്റെ ഏറ്റവും പീക്കാണ്. ആ ഹദീസ് വിശദീകരിച്ചതില് സുഹാബിമാരുടെ കാര്യം പറയുമ്പോൾ പറയണ്ട, അവര് താഴെ വീണ ഒരു വടിയെടുക്കാൻ പോലും അവര് ഓക്കെ ഇത് ഒരാൾ വന്നിട്ട് എടുത്തരാം, അല്ലെങ്കിൽ മീൻസ് അയാൾ കിടക്കുന്ന ഒരാളാന്ന് വെച്ചോ, അത് ആരെങ്കിലും വന്നാ എടുത്തു തരും എന്നല്ല അവർ വിചാരിക്കുക. ഒരു പക്ഷെ അവർ ആൾക്കാരെ കൊണ്ട് എടുപ്പിച്ചാൽ പോലും അവർ അതിന് പോലും ചിന്തിക്കുക ഇതെന്റെ റബ്ബ് എനിക്ക് എടുത്തു തരും, അല്ലെങ്കിൽ റബ്ബിന്റെ സഹായത്തോടു കൂടി എനിക്ക് എടുക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ വിചാരിക്കുക. നമ്മൾ താഴത്ത് നമ്മളെ കയ്യിൽ നിന്ന് ഒരു പെന്ന് പെൻസിലോ വീണ് പോയി, ചിലപ്പോൾ നമ്മൾ മക്കളെ കൊണ്ട് എടുപ്പിക്കാറുണ്ട്, അല്ലെ? മക്കളെ കൊണ്ട് എടുപ്പിക്കുമ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടോ ഇതിപ്പോ റബ്ബ് എനിക്ക് അത് എടുപ്പിച്ചു തരും എന്ന്. അപ്പോൾ അത്രയൊന്നും നമ്മുടെ മനസ്സിലേക്ക് റബ്ബ് വരാറില്ല. സുബ്ഹാനല്ലാഹ്, അല്ലെ? അപ്പം ആ ലെവലിലുള്ള തൗഹീദ് ഉള്ളവർക്കാണ് എന്ത്? ക്വസ്റ്റ്യൻ ഇല്ലാണ്ട്, ഹിസാബ് ഇല്ലാണ്ട് അങ്ങോട്ട് എത്തുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാലം നമ്മളെ ഉൾപ്പെടുത്തുമാട്ടെ. ആ ലെവലിലേക്ക് നമ്മുടെ തൗഹീദ് എത്തട്ടെ. എന്ത് കാര്യത്തിന് എനിക്ക് എന്റെ റബ്ബ് മതി, എന്ത് കാര്യം എനിക്ക് എന്റെ റബ്ബ് നടത്തി തരും, ആ ലെവലിലുള്ള തൗഹീദിലേക്ക് റബ്ബ് നമ്മളെ എത്തിക്കട്ടെ. ആമീൻ. അപ്പം ഇനി അത് ഹിസാബ് ഇല്ലാത്തവരുടെ കാര്യം. ഇനി ഹിസാബ് ഉണ്ടെന്ന് വെക്കുക. എങ്ങനെയാണ് ഹിസാബിൽ രക്ഷപ്പെടുക? നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആൻസർ കൊടുക്കാൻ പറ്റണം, അല്ലെ? ബെസ്റ്റ് ആൻസർ എവിടെയാണ്? നമ്മുടെ നമസ്കാരത്തില്, അല്ലെ? നമസ്കാരം സെറ്റ് ആവാന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാം സെറ്റായി എന്നുള്ളതിന്റെ തെളിവാണ്. ജീവിതത്തിൽ എല്ലാം സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ നമസ്കാരം ബെസ്റ്റ് ആയിരിക്കും. നമുക്ക് ധൈര്യമായിട്ട് അത് റബ്ബിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും, അല്ലെ? നമ്മുടെ നമസ്കാരങ്ങൾ സെറ്റാണ് ഇപ്പോഴും. ധൈര്യമായിട്ട് ഓക്കെ എന്റെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്, നമസ്കാരം സൂപ്പറാണ്, കൊണ്ടുപോയി കൊടുക്കാം? ഒരിക്കലും ഇല്ല, അല്ലെ? എന്താണ് നമുക്ക് അവിടെ തടസ്സം? എന്ത് ചിന്തകളാണ് നമ്മളുടെ നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ വരുന്നത്? പലതും, അല്ലെ? ഒന്ന് രണ്ടൊന്നൊന്നുമില്ല, എണ്ണാ തീരാത്ത അത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എല്ലാം നമ്മളെ ജസദിന്റെ അറ്റാച്ച്മെന്റ് ആണ്. സുബ്ഹാനല്ലാഹ്.
നമ്മൾ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ അറ്റാച്ച്മെന്റ്സ്, നമ്മളുടെ ജസദിന്റെ വ്യത്യസ്തമായ അറ്റാച്ച്മെന്റുകളാണ് നമ്മൾ നമസ്കാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മളെല്ലാവരും അത്തരത്തിലുള്ള അറ്റാച്ച്മെന്റ് ഉള്ള ആളുകളാണ് ഇപ്പോഴും. സുബ്ഹാനല്ലാഹ്. ഇനി നമുക്ക് ബനി ഇസ്രായേലിലേക്ക് തിരിച്ചു വരാം. ബനി ഇസ്രായേലിന്റെ ഈ പശുവിനെ അറക്കുക എന്ന് പറയുന്ന ആ ഒരു സംഭവം അവർക്ക് വലിയൊരു ടെസ്റ്റ് ആയിരുന്നു അല്ലേ, വലിയൊരു പരീക്ഷണമായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിന്ന്. കാരണം അവർ ശിർക്കിന്റെ ആളുകളായിരുന്നു, അവർ പശുവിനെ ആരാധിച്ചിരുന്നവരായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ഒരു ആരാധനാ മൂർത്തിനെ, അവരെന്തിനെ ഏത് വിഗ്രഹത്തിനെ ആരാധിച്ചോ അതിനെ അറക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മളുടെ ജീവിതത്തിലേക്ക് ഒന്ന് വന്നു നോക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും അമലുകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾക്ക് ഈ ഭൂമിയിലുള്ള അറ്റാച്ച്മെന്റ്, നമ്മളുടെ ജസദിന് ഈ ഭൂമിയിലുള്ള എല്ലാ അറ്റാച്ച്മെന്റിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഓരോ അമലും അള്ളാഹു സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടല്ലേ. എന്നിട്ടും നമ്മൾ ഡിറ്റാച്ച്ഡ് ആവാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ എക്സ്ട്രാ ഹെൽപ്പാണ് എന്ത്? നമ്മളുടെ ഓരോരുത്തരെയും ജീവിതത്തിലുള്ള പരീക്ഷണങ്ങള്. ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിലെ പരീക്ഷണത്തിലേക്ക് നോക്കുക. അള്ളാഹു നമ്മളെടുത്ത് നമ്മളുടെ പശുവിനെ അറുക്കാനാണോ പറയുന്നത്? ഓരോരുത്തരുടെ ജീവിതത്തിലും കടന്നു പോയിക്കൊണ്ടിരുന്ന പരീക്ഷണങ്ങളിലേക്ക് നോക്കുക. നമ്മൾ മക്കളോട് അറ്റാച്ച്ഡ് ആണോ? നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഉമ്മമാരാണോ? അള്ളാഹു ആ പശുവിനെ അറക്കാൻ പറയുന്നുണ്ടോ നമ്മളടുത്ത്? അള്ളാഹു അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ പറയുന്നുണ്ടോ നമ്മളെ പരീക്ഷണത്തിലൂടെ? സുബ്ഹാനല്ലാഹ്. നമ്മളെ കുടുംബവുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ്, എനിക്ക് അതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല, ഒരു നിമിഷം എനിക്ക് അത് താങ്ങാൻ പറ്റൂല എന്ന് പറയുന്നവർ, അള്ളാഹു അതിലാണോ എന്റെ പരീക്ഷണം കൊണ്ടുവന്നിട്ടുള്ളത്? ആ പശുവിനെ അള്ളാഹു അറക്കാൻ പറയാണോ? എനിക്ക് എന്റെ ഭർത്താവ് ഇല്ലെങ്കിൽ പറ്റൂല, അതാ മുപ്പര് എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി, അതല്ലെങ്കിൽ എന്റെ എല്ലാം ആയി, അതുകൊണ്ട് ഇനി വേറൊന്നും ഇല്ല, എനിക്ക് കുഴപ്പമില്ല, അത് മാത്രം മതി എന്ന് പറയുന്നവര്, ആ പശുവിനെ അള്ളാഹു അറക്കാൻ പറയുന്നുണ്ടോ നമ്മളടുത്ത്? നമ്മളായിട്ട് അറക്കൂല. അപ്പൊ അള്ളാഹു അറക്കാൻ വേണ്ടി പല രീതിയിൽ പരീക്ഷണങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? ചിലർക്ക് എനിക്കൊരു വീട് മാത്രം മതി, അതുണ്ടെങ്കിൽ ഞാൻ അൽഹംദുലില്ലാഹ് സമാധാനമായിട്ട്, അള്ളാഹു ആ പശുവിനെ അറക്കാൻ പറയുന്നുണ്ടോ നമ്മളടുത്ത്? സുബ്ഹാനല്ലാഹ്. ചിലർക്ക് പണം, ചിലർക്ക് പ്രശസ്തി, ചിലർക്ക് അംഗീകാരം അല്ലെ. ചിലപ്പം ഭാര്യമാർ തന്നെ പറഞ്ഞ മൂപ്പരിനെ ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ചെയ്തതിനൊന്ന് മാനിച്ചാ മതി, അത് മാത്രം, നീ ചെയ്ത് നന്നായിനൊന്ന് പറഞ്ഞാൽ മാത്രം മതി, ഞാൻ എന്തും ചെയ്തു കൊടുക്കാം. സുബ്ഹാനല്ലാഹ് അല്ലെ, നമ്മളൊക്കെ പറയാറുണ്ട്. ആ പശുവിനെ അള്ളാഹു അറക്കാൻ പറയുന്നുണ്ടോ? അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും നമ്മളുടെ നെഫ്സുകൾക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഒരല്ല, ഒരുപാട് അറ്റാച്ച്മെന്റുകൾ ഉണ്ട്. നമുക്ക് തന്നെ ഒരു പക്ഷേ അറിഞ്ഞില്ല എന്ന് വരാം, പക്ഷെ നമ്മളെ സൃഷ്ടിച്ച നമ്മളുടെ സൃഷ്ടാവിനറിയാം ഓരോരുത്തരുടെയും നെഫ്സിന്റെ അറ്റാച്ച്മെന്റ്സ് ഏതൊക്കെയാണ്, അതിനകത്ത് ഏറ്റവും കൂടിയ അറ്റാച്ച്മെന്റ് ഏതാണ്, കുറഞ്ഞത് ഏതാണ്, ഏത് ആദ്യം പറിച്ചു കളയണം, ഏത് രണ്ടാമത് പറിച്ചു കളയണം, അങ്ങനെ അവസാനം വരെ ജസദിന്റെ അറ്റാച്ച്മെന്റ്സ് പറിച്ചു കളയാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അമലുകളൊക്കെ തന്നതിന് പുറമെ ഈ അമലുകളിലൊന്നും നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ല, നമ്മളുടെ കയ്യും കാലും കൊണ്ടുള്ള ഒരു ആക്ഷൻ മാത്രമാണെന്ന് മനസ്സിലായപ്പം അള്ളാഹു നമ്മളെ ഹൃദയത്തിൽ നിന്ന് ആ അറ്റാച്ച്മെന്റ്സിനെ പറിച്ചു കളയാൻ വേണ്ടിയിട്ട് പരീക്ഷണങ്ങൾ തന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ആ ഓരോ പരീക്ഷണത്തിലും ആ ഒരു പരീക്ഷണത്തിൽ ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അറ്റാച്ച്മെന്റിൽ നിന്നാണ് നമ്മളെ മാറ്റാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അടുത്തത് തരും. കാരണം നമ്മളെ നെഫ്സിന് വേറെ അറ്റാച്ച്മെന്റ് ഉണ്ടാവും, നമുക്ക് പോലും അറിയണ്ടാവില്ല, പക്ഷെ നമ്മളെ സൃഷ്ടിച്ച റബ്ബിനെ അറിയാം. അടുത്തത് പറിച്ചു കളയാനുള്ള പരീക്ഷണം അള്ളാഹ് തരും. പക്ഷെ നമ്മൾ ഒരു പരീക്ഷണം തന്നിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ, അങ്ങനെ ഇപ്പൊ ഇതിന്ന് എന്നെ പറിച്ചു കളയാനൊന്നും നോക്കട്ടെ, എനിക്ക് തൗഹീദിലൊന്നും വലിയ താല്പര്യമില്ല, എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടം, എനിക്ക് ഇത് ശരിയാവുക തന്നെ വേണം, എനിക്ക് എന്റെ മോന്റെ അല്ലെങ്കിൽ മോളെ ഈ പ്രശ്നം മാറുക തന്നെ വേണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവ് ശരിയായിട്ടേ എന്റെ ബാക്കി കാര്യമുള്ളൂ, എനിക്ക് തൗഹീദിൽ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ എത്രയോ അറ്റാച്ച്മെന്റ്സ് വേറെ കിടക്കുന്നത് നമ്മളിത് പറിച്ചു കളയാൻ റബ്ബ് നമ്മളെ സഹായിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അടുത്ത പരീക്ഷണം. കാരണം മര്യാദയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും മാറ്റൂലല്ലോ, പരീക്ഷണം തന്നെ മാറ്റണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കിട്ടിയ പരീക്ഷണത്തിൽ അവിടെ സ്റ്റക്കാണ്, എന്റെ ഈ പ്രശ്നം മാറുന്നില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറയണ നീ അത് പറിച്ചു കളഞ്ഞിട്ട് തൗഹീദിലേക്ക് വാ, നീ ആ പശുവിനെ കൊന്നു കളഞ്ഞിട്ട് വാ, ഇനിയും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ തോറ്റു പോവാ അതിനകത്തല്ലേ. സുബ്ഹാനല്ലാഹ്. ചിലപ്പോ നമ്മൾ ജയിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് തന്നെ അത്ഭുതം തോന്നും, പടച്ചോനെ ഇനിയും അറ്റാച്ച്മെന്റ്സ് ഉണ്ടായിരുന്നു, എനിക്ക് ഈ പറഞ്ഞ കാര്യത്തിനോടൊക്കെ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നോ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ സഹായിക്കുകയാണ്.
അള്ളാഹു ഈ പറഞ്ഞ എല്ലാ സെറ്റപ്പും നമുക്ക് ഒരുക്കി തന്നിട്ട് നമ്മളെ ഇതിൽ നിന്നൊക്കെ ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഇത്രയും ഭംഗിയായിട്ടുള്ള അമലുകളൊക്കെ തന്നിട്ട് ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയാം, അമലുകളുടെ കാര്യം വരുമ്പം അള്ളാഹു ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമുക്ക് ഓരോ അമലും തന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യും, സക്കാത്ത് കൊടുത്താൽ എന്താണ്, ധർമ്മം തല കാക്കും, നമ്മളെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാം. എനിക്കെന്തോ വിഷമമുണ്ടോ, നീ സക്കാത്ത് കൊടുത്തു, നമ്മൾ ഭൂമിയിലെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സക്കാത്ത് കൊടുക്കും. സുബ്ഹാനല്ലാഹ്, നമ്മളിപ്പോഴും ആ ഒരു കുഞ്ഞ് 4 വര വരച്ച് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരാ. നമുക്ക് ഈ റൂഹും കൊണ്ട് അങ്ങോട്ട് പോകണമെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല, ഈ ജസദിനെ ഇവിടെ വിട്ടിട്ട്. അള്ളാഹു സക്കാത്ത് കൊടുത്തത് എന്തിനാ, തൗഹീദിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എല്ലാ അറ്റാച്ച്മെന്റ്സും പറിച്ചെടുത്തിട്ട് നമ്മളെ റബ്ബിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സക്കാത്ത് പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ പറഞ്ഞ എല്ലാത്തിനും കിട്ടുന്ന ഗുണം, ഇന്നത് ചെയ്ത ആ ഗുണം ഉണ്ടാവും, ഇന്നത് ചെയ്ത ആ ഗുണം ഉണ്ട്, എന്നാ പിന്നെ ആ ഗുണത്തിന് വേണ്ടി ഇത് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ചെറിയ വട്ടം വരച്ച് അതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങുന്നവരാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. എന്നാൽ അള്ളാഹുവോ നമ്മളോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് അള്ളാഹ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക, വീണ്ടും 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 ഓരോരുത്തർക്കും വേറെ 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 സ്ക്രിപ്റ്റുകൾ ഓരോ സമയത്തും ഓരോ ദിവസത്തിലും ഓരോ മണിക്കൂറിലും റബ്ബ് എഴുതിയിട്ട് സഹായിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ചൊക്കെ, കോടാനുകോടി ആളുകൾക്ക് ഓരോ നഫ്സിന്റെയും അറ്റാച്ച്മെന്റ് മനസ്സിലാക്കിയിട്ട് ആ അറ്റാച്ച്മെന്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് നീ തൗഹീദിലേക്ക് വാന്ന് പറഞ്ഞിട്ട് റബ്ബ് വേറെ വേറെ സ്ക്രിപ്റ്റുകൾ എഴുതി പ്ലാൻ ചെയ്ത് വെയിറ്റ് ചെയ്യുക. എന്റെ അടിമ ഇത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നൊക്കെ ഡിറ്റാച്ച് ചെയ്തിട്ട് എന്റെ അടുത്തേക്ക് വരും. അവന്റെ പരീക്ഷണത്തിൽ സഹായിക്കാൻ ഞാനുണ്ട് അവന്. അവൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ സഹായിക്കും. പക്ഷെ അവന് കൊടുത്ത പരീക്ഷണത്തിന്റെ ഉദ്ദേശം അവൻ അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരലാണ്. നമ്മളെ റബ്ബ് അത്രയും കാരുണ്യം കൊണ്ട് നമുക്ക് പരീക്ഷണങ്ങൾ തന്ന് കാത്തിരിക്കുക, നമ്മളത് ജയിച്ചു വരും എന്ന് വിചാരിച്ചു. നമ്മളോ എനിക്ക് തൗഹീദും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ഇപ്പൊ എന്റെ മോന്റെ കാര്യം ശരിയായി മതി, എനിക്ക് ഇപ്പൊ അതിനു വേണ്ടി നമ്മൾ എവിടെ വേണമെങ്കിലും പോവും. നമ്മളെ റബ്ബിന്റെ കാരുണ്യം എന്താ, സ്നേഹം എന്താ നമുക്ക് മനസ്സിലായിട്ടില്ല അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഉമ്മ, ഒരു 3-4 മക്കളുള്ള ഉമ്മ ഭക്ഷണം ഉണ്ടാക്കാന്ന് വെച്ചോ. എല്ലാ ദിവസവും മൂത്ത മോന് ചിക്കൻ കറിയാണ് ഇഷ്ടം, രണ്ടാമത്തെ മോന് ഫിഷ് കറിയാണ് ഇഷ്ടം, മൂന്നാമത്തെ മോന് കോണ്ടിനെന്റലാണ് ഇഷ്ടം. എല്ലാ ദിവസവും ഞാൻ ഇത് 3 ഉണ്ടാക്കും. എന്നാൽ പുതിയാപ്പിളക്കോ പച്ചക്കറിയാണ് ഇഷ്ടം, ഇത് 4 ഞാൻ എല്ലാ ദിവസവും ഉണ്ടാക്കും എന്ന് ഏതെങ്കിലും ഉമ്മ ചെയ്യോ? അത് ചെയ്യാൻ നമ്മൾ പറയും ഓക്ക് ഭ്രാന്താന്നല്ലേ. സുബ്ഹാനല്ലാഹ്. ചിലപ്പോൾ ഒരു ദിവസം ഒരു മോന്റെ ഇഷ്ടം ഉണ്ടാക്കുമായിരിക്കും, 2 ദിവസം വേറൊരു മോന്റെ ഇഷ്ടം ഉണ്ടാക്കുമായിരിക്കും അല്ലെ. പക്ഷെ നമ്മളെ റബ്ബ് നമ്മളെ ഓരോരുത്തർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഓരോരുത്തരുടെ നെഫ്സിന്റെയും അറ്റാച്ച്മെന്റ് മനസ്സിലാക്കി 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 അതിനെ പറ്റിയ ഒരു സ്ക്രിപ്റ്റ് എഴുതി അതിനെ പറ്റിയ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനെ പറ്റിയ സംഭവങ്ങൾ നീ ഇതൊന്നും മനസ്സിലാക്കിയിട്ട് നീ ഇതൊക്കെ വിട്ടേച്ച് വാ എൻ്റെ അടുത്തേക്ക്. നിനക്ക് ഇതിനേക്കാളും ഒക്കെ സ്നേഹം എൻ്റെ അടുത്താ വേണ്ടത്, നീ എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ടില്ലേ. നമ്മൾക്ക് ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളൊക്കെ എന്തൊരു വലിയ കാരുണ്യ റബ്ബിന്റെ അല്ലേ. നമ്മളത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നഷ്ടക്കാരല്ലേ. സുബ്ഹാനല്ലാഹ്. ഇനി ഇതൊക്കെ ആവട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഇല്ലേ അവര് ബനീ ഇസ്രായേലിന്റെ അടുത്ത് ഈ ഒരു അവരുടെ പശുവിനെ അറക്കുന്നതിന്റെ കൂടെ അവരുടെ തൗഹീദും അവരുടെ അഖീദയൊക്കെ സെറ്റ് ആക്കുന്നതിന്റെ പുറമെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഒരു പ്രയോജനം കൂടെ കൊടുത്തു അല്ലെ. അവര് ഈ ഒരു പ്രശ്നം, അവരുടെ ഇടയിലുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു പരിഹാരം കൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തു. ആ പശുവിനെ അറുത്തിട്ട് അതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ആരാ കൊന്നതെന്ന് ഞാൻ മനസ്സിലാക്കി തരാമെന്നല്ലേ. നമ്മളുടെയും ഓരോ പരീക്ഷണത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഐഹികമായിട്ടുള്ള ബെനിഫിറ്റ് എങ്കിലും തരാതിരിക്കൂല. നമ്മൾ കണ്ണു തുറന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കൊടിയ പരീക്ഷണാണെന്ന് തോന്നിയാലും അതിനകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്ന് പറഞ്ഞ പോലെ അവിടെ എപ്പോഴും യുസ്ർ പ്ലൂറൽ ആണല്ലേ. എളുപ്പം ഒരുപാടാണ് അള്ളാഹു തരാ. ഓരോ പരീക്ഷണത്തിലും എളുപ്പത്തിന്റെ പുറമെ ഒരുപാട് പ്രയോജനങ്ങൾ, ഐഹികമായ പ്രയോജനങ്ങൾ റബ്ബ് നമുക്ക് തരാറുണ്ട്. പക്ഷെ നമ്മൾ ഒരൊറ്റ നെഗറ്റീവേ കാണുള്ളൂ. അള്ളാഹു ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട്, തൗഹീദിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷണങ്ങൾ തരുന്നതിന്റെ കൂടെ അള്ളാഹു ഐഹികമായിട്ടുള്ള എളുപ്പം തരും, ഐഹികമായിട്ടുള്ള പ്രയോജനങ്ങൾ തരും. ചില പരീക്ഷണങ്ങള് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കും. സുബ്ഹാനല്ലാഹ്, എനിക്ക് ഇത്രയ്ക്ക് കഴിവുണ്ടായിരുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരുപാട് കഴിവുകളുണ്ട്, നമുക്ക് എത്താവുന്ന പല ഹൈറ്റുകളുണ്ട് ഭൂമിയിൽ തന്നെ. അതിലേക്ക് റബ്ബ് ചിലപ്പോൾ എത്തിക്കുന്നത് നമ്മളെ പരീക്ഷണത്തിലൂടെ ആയിരിക്കും. നമ്മൾ കയ്യും കാലും ഇട്ട് അടിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓ ഇതൊക്കെ എനിക്ക് പറ്റുമായിരുന്നോ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരുന്ന ഓരോ പരീക്ഷണങ്ങളും എന്തൊരു വലിയ കാരുണ്യത്തിന്റെ നിറകുടങ്ങളാണെന്നറിയോ. സുബ്ഹാനല്ലാഹ്.
ഓരോ പരീക്ഷണങ്ങളും നമ്മൾ എടുത്ത് ചിന്തിക്കുമ്പോൾ ഇതിന് മെയിൻ ലക്ഷ്യമായിട്ടുള്ള നമ്മളെ തൗഹീദിലേക്ക് എത്തിക്കുക, എല്ലാ ഇഷ്ടങ്ങളും കട്ട് ചെയ്തിട്ട് അള്ളാഹുവിനെ കൂടുതൽ ഇഷ്ടപ്പെടുക എന്നുള്ളതിന് പുറമെ നമുക്ക് ഒരുപാട് ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി പല ബെനിഫിറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ പരീക്ഷണങ്ങളുടെ കൂടെയും തരാറുണ്ട്, നമ്മൾ കാണാത്തത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ എവിടെന്നാ തുടങ്ങിയത്? നമ്മളെ നമസ്കാരത്തിൽ അല്ലേ? നമസ്കാരത്തിന് ആൻസർ അവിടെ കൊടുക്കണം അല്ലേ? ആ ആൻസർ കൊടുക്കണമെങ്കിൽ ബെസ്റ്റ് നമസ്കാരം ആവണമെങ്കിൽ എന്താവണം? നമ്മളെ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാവണം. ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാവാന്ന് പറയുന്നത് നമ്മളുടെ തൗഹീദാണ്. നമ്മളെ ജസ്ദ് എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവണം. എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവുമ്പോഴേ അവിടെ ചെന്ന് നമുക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടി നിൽക്കുമ്പം ഈ പറഞ്ഞ ഒരു ചിന്തയും നമ്മുടെ ഉള്ളിലേക്ക് വരാതിരിക്കുള്ളൂ. നമ്മൾ ഈ ഡിറ്റാച്ച്മെന്റ് നിന്നൊക്കെ അള്ളാഹു മാറ്റി 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 അള്ളാഹു ആണ് ഏകൻ, അള്ളാഹു മാത്രമാണ് നിങ്ങളുടെ ഇലാഹ്, ആ ഒരു ഇതിലേക്ക് അള്ളാഹു അക്ബറിലേക്ക് നമ്മളെ എത്തിക്കണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആയിട്ട് വരണം. അപ്പോഴാണ് നമ്മളുടെ നമസ്കാരം പെർഫെക്റ്റ് ആവുന്നത്. ആ നമസ്കാരം നമ്മൾ റബ്ബിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഹിസാബ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ അവിടെ എക്സാമിൽ പാസ്സായി, ഒന്നും വേണ്ട, നമ്മൾ പെർഫെക്റ്റ് തൗഹീദാണെങ്കിൽ അള്ളാഹു ഹിസാബേ നടത്തൂല. സുബ്ഹാനല്ലാഹ്. നമ്മൾ റെഡി ആവണ്ടേ ഇതിനല്ലേ? ഇതിന് നമ്മൾ റെഡി ആവണ്ടേ? സുബ്ഹാനല്ലാഹ്. അപ്പം ഇനിയെങ്കിലും പരീക്ഷണങ്ങളെ റെസിസ്റ്റ് ചെയ്ത് എനിക്കിത് ശരിയായിട്ട് ബാക്കി ഇനി എന്തായാലും കുഴപ്പമില്ല, ഇത് ശരിയായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങ് റബ്ബിനെ മാത്രം ആലോചിച്ച് ജീവിക്കാന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത് റബ്ബ് എന്നെ ശരിയാക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാ. എന്റെ അൾട്ടിമേറ്റ് എയിം ഇത് ശരിയാക്കലല്ല, എന്റെ മക്കളെ ഈ പ്രശ്നം ശരിയാക്കലല്ല, എന്റെ വീട് സെറ്റാക്കലല്ല, എന്റെ ഭർത്താവിന്റെ സ്നേഹം തിരിച്ചു വാങ്ങലല്ല. അതൊക്കെ റബ്ബ് തന്നോളും. അതൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ ആഡഡ് ബെനിഫിറ്റുകളാണ്. ഇപ്പൊ ബനി ഇസ്രായേലിന് കൊലപാതകിനെ കിട്ടിയതുപോലെ, ബനി ഇസ്രായേലിന്റെ ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത സെറ്റാക്കിയതുപോലെ അതിന്റെ കൂടെ ആഡഡ് ബെനിഫിറ്റുകളാണ് അതൊക്കെ. അത് അള്ളാഹ് തന്നോളും. നമ്മളെ എയിം എന്താണ്? അള്ളാഹ് തന്ന പരീക്ഷണത്തിന് രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് അതിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുക, തൗഹീദിലേക്ക് എത്തുക, നമ്മളെ നമസ്കാരം സെറ്റാക്കുക, അതുകൊണ്ട് അങ്ങോട്ട് പോവുക. സുബ്ഹാനല്ലാഹ്. പകരം അള്ളാഹു ഈ ഒരു ജസദിന്റെ ഡിറ്റാച്ച്മെന്റിന് തന്ന അമലുകളൊക്കെ വെച്ചിട്ട് അതിനകത്ത് എന്താണ് ഐഹികമായ നേട്ടം കിട്ടുന്ന പണിന്ന് പെറുക്കി നടക്കും നമ്മൾ അല്ലെ? സദക്ക കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആവും, ദിക്ർ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആവും. സുബ്ഹാനല്ലാഹ്. നമുക്ക് പോണ്ടേ അങ്ങോട്ട്? ഒരുപാട് ചിന്തിക്കാനുണ്ട്, ഒരുപാട് മാറാനുണ്ട്. ദ്വാ ചെയ്യാം നമുക്ക് റബ്ബിന്റെ അടുത്ത്, ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കാം. റബ്ബേ നീ തരുന്ന എല്ലാം എല്ലാം 100% പോസിറ്റീവായിട്ട് എടുക്കാനും നീ ഉദ്ദേശിക്കുന്ന മാറ്റം എന്നിൽ നീ വരുത്താനും സുബ്ഹാനല്ലാഹ് റബ്ബ് തൗഫീക്ക് തരട്ടെ നമുക്ക് എല്ലാവർക്കും. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.